അൺമാസ്കിംഗ് അനോമലീസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഡോക്ടർ ജോസൻ CP ആണ്. ഈ ഒരു ഓഡിയൻസിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഖുറാനിലെ ഗുണശാസ്ത്രപരമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, അത് കളിമണ്ണിൽ നിന്നാണ് മനുഷ്യർ സൃഷ്ടിച്ചതെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അതൊരു ഭയങ്കര തെറ്റാണ് എന്നാണ് പറയുന്നത്. തെറ്റാണെന്ന് മാത്രമല്ല, അത് 3000 BC മുതൽ തന്നെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടെന്നില്ല. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്, അഥവാ ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആദം നബിയെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് എന്നാണ്. അതുപോലെ തന്നെ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് വെള്ളവും കളിമണ്ണിൽ നിന്നുമാണ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് ശാസ്ത്രീയമായി കൃത്യമാണതാണ്. കാരണം വെള്ളവും മണ്ണിലുള്ള ധാതുലവണങ്ങളും തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളതെല്ലാം, അല്ലാതെ മറ്റു വസ്തുക്കളൊന്നുമില്ല. അപ്പൊ അതിലുള്ള കാർബൺ ആയാലും ഓക്സിജൻ ആയാലും ഹൈഡ്രജൻ ആയാലും നൈട്രജൻ ആയാലും ഫോസ്ഫറസ് ആയാലും പൊട്ടാഷ്യം ആയാലും ഇതൊക്കെ മണ്ണിലും അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് മണ്ണിൽ നിന്നുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതിൽ ശാസ്ത്രീയമായിട്ട് അബദ്ധങ്ങളൊന്നും തന്നെ പറയാനില്ല. പിന്നെ ഇത്തരം വിഷയങ്ങള്, ഈ പരാമർശങ്ങള് പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഇസ്ലാമിനെ കുറിച്ച് ഉള്ള മറ്റൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ്. കാരണം ഈ ആളുകളുടെ വിചാരം ഇസ്ലാം എന്നുള്ളത് മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു പുതിയ മതമാണ് എന്നതാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി അറേബ്യയിൽ കൊണ്ടുവന്ന ഒരു പുതിയ മതമാണ് ഇസ്ലാം എന്നുള്ള ധാരണയിൽ നിന്നാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുക. നമ്മൾ പറഞ്ഞു ആദം നബി, ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി, മുഹമ്മദ് നബി പോലെ തന്നെയുള്ള മറ്റൊരു നബിയാണ്, അഥവാ പ്രവാചകനാണ് ആദം നബി. ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ നബി കൂടിയാണ്. ആദം നബിക്ക് ശേഷം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, നബിമാർ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യന്മാരായിട്ട് ആദം നബിയുടെ സന്തതി പരമ്പരകളിൽ അവതരിച്ചിട്ടുണ്ട്. നൂഹ് നബി, ഇബ്രാഹിം നബി, അങ്ങനെ മൂസാ നബി, ഈസാ നബി, അങ്ങനെ ഒരുപാട് നബിമാർ, 25 നബിമാരുടെ പേര് ഖുർആനിൽ പരാമർശിച്ചു. ഈ പല നബിമാർക്കും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഈ ആദം നബിയുടെ സൃഷ്ടിപ്പിനെ പറ്റി പരാമർശമുണ്ട്. അതിപ്പോ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും, തൗറാത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളാണ്. അതിനു മുമ്പുള്ള തൗറാത്തിലും അതുപോലെ സബൂറിലും ഒക്കെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവും. എന്ന് മാത്രമല്ല, ലോകത്ത് എവിടെയെല്ലാം നബിമാർ വന്നിട്ടുണ്ടോ ആ സമൂഹങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത പ്രവാചകന്മാരിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതവിടെ ഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ കളിമണ്ണിൽ നിന്നാണ് ജീവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ആദം നബി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പരാമർശം മറ്റു വേദഗ്രന്ഥങ്ങളിൽ കാണുന്നു എന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. അപ്പൊ അതില് വിശ്വാസികൾക്കൊരു ആശ്ചര്യം തോന്നുന്ന കാര്യമില്ല. കാരണം അത് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള കാര്യം മുൻകാലത്തുള്ള നബിമാരിലൂടെ ആ സമൂഹങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു എന്നുള്ളത് അതിൽ യാതൊരു അത്ഭുതവുമില്ല, സ്വാഭാവികമായ ഒരു കാര്യം മാത്രം. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ കളിമണ്ണിൽ നിന്നൊക്കെ സൃഷ്ടിക്കാനും കഴിവുള്ളവനാണ് എന്നുള്ളത് വിശ്വാസം സംബന്ധിച്ചിടത്തോളം അത്ഭുതവും ഉള്ള കാര്യമൊന്നല്ല. തൊട്ടടുത്ത ആയത്ത് വിശദീകരിക്കാൻ പറയുന്നത് നുത്ഫയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നുത്ഫ എന്നുള്ള ഒരു അറബിക് പദമാണ്. അപ്പൊ അറബിക് പദം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആൻ ഉപയോഗിച്ച പദങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ പദം മനിയ് എന്നുള്ള പദം. മനിയാണ് ശുക്ലം, അഥവാ പുരുഷന്റെ ലൈംഗിക ദ്രാവകം. മനിയ് ആണുങ്ങളുടേതിന് ശുക്ലം എന്ന് മലയാളത്തിൽ പറയും, മനിയ് പെണ്ണുങ്ങൾക്കുമുണ്ട്. ഹദീസിൽ നമുക്ക് കാണാം, പുരുഷന്റെ മനിയ് അത് വെളുത്തതാണ്, കട്ടിയുള്ളതാണ്. സ്ത്രീയുടെ മനിയ് അഥവാ ലൈംഗിക ദ്രാവകം അഥവാ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്, അതായത് കുട്ടി ഉണ്ടാകുന്നതിൽ ഉപയോഗിക്കപ്പെടുന്ന ഫ്ലൂയിഡ്, ആ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് സ്ത്രീക്കുമുണ്ട്, മനിയ്. ഈ ശുക്ലത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ത്രീകളിലുള്ള ഈ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡിന് സ്ത്രീകളുടെ മനിയ്, അതിനെപ്പറ്റി ഹദീസിൽ പറയുന്നത് കാണാം, അത് മഞ്ഞയാണ്, അത് കട്ടി കുറഞ്ഞതാണ്, പുരുഷനെ അപേക്ഷിച്ച് കട്ടി കുറഞ്ഞതാണ്, മഞ്ഞ കളറാണ്. പുരുഷന്റേത് വെള്ള കളറാണ്, കട്ടിയുള്ളതാണ്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഹദീസിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഈ മനിയ് എന്നുള്ളത് ഇതാണ്. ഇനി രണ്ടാമത്തെ പദമാണ് നുത്ഫ. നുത്ഫ എന്നുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവൻ മനിയിൽപ്പെട്ട ഒരു ചെറിയ നുത്ഫയായിരുന്നില്ലേ എന്നുള്ളത്. അപ്പൊ മനിയിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് നുത്ഫ.
ഈ മനിയിന്റെ മനിയിന്റെ സെമനാണ് മനിയ്. മനിയിന്റെ ഒരു തുള്ളി, അതാണ് നുത്ഫ എന്നുള്ളത്. അതായത് വളരെ ചെറിയൊരംശം, മൊത്തം മനിയല്ല, മൊത്തം ശുക്ലമോ മൊത്തം സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡോ അല്ല, അതിന്റെ വളരെ ചെറിയൊരു ഭാഗം. അതാണ് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞത്. അലമിക്കും നുത്ഫത്തൻ, അവിടെ ഒരു നുത്ഫയായിരുന്നില്ലേ, മിൻ മനിയിൻ, മനിയിൽ നിന്നുള്ള വെറും ഒരു ചെറിയ പാർട്ടായിരുന്നില്ലേ അവൻ എന്ന് ഖുർആൻ മനുഷ്യനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മനിയ് അതാണ്, നുത്ഫ അതാണ്. അപ്പൊ നുത്ഫ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി, മനിയിന്റെ ചെറിയ പാർട്ട് എന്ന് മാത്രമല്ല, ഇത് നുത്ഫ എന്താണ്, ആണിനും നുത്ഫയുണ്ട്, പെണ്ണിനും നുത്ഫയുണ്ട്. അതും ഹദീസിൽ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതാണ് എല്ലാ ഖുർആൻ തഫ്സീറുകളിലും. ഇത് നമ്മളാരും പുതുതായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഇന്നാ ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചു മിൻ നുത്ഫത്തിൻ, നുത്ഫയിൽ നിന്ന്, അംശാജിൻ, കൂടിച്ചേർന്ന, രണ്ടെണ്ണം കൂടിച്ചേർന്ന നുത്ഫയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിന്റെ തഫ്സീർ നിങ്ങൾ എല്ലാ തഫ്സീറുകളും നോക്കിക്കോളാം, എല്ലാ പൗരാണിക തഫ്സീറുകളും. അതിലെ സഹാബികളായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, മുഹമ്മദ് നബിയുടെ ശിഷ്യനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, മുഹമ്മദ് നബി പ്രത്യേകം പ്രാർത്ഥിച്ചതാണ് ഖുർആന്റെ വിവരണം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച്, അങ്ങനെ നബിയുടെ നേരെ ശിഷ്യനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അദ്ദേഹം പറയുന്നത്, ഇത് പുരുഷന്റെ നുത്ഫയും സ്ത്രീയുടെ നുത്ഫയും കൂടിച്ചേരുന്നതാണ്. നുത്ഫത്തിൽ അംഷാജ് എന്നുള്ളത് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പുരുഷന്റെ നുത്ഫയും സ്ത്രീയുടെ നുത്ഫയും കൂടിച്ചേർന്നിട്ടാണ് എന്നുള്ളത്. അപ്പൊ നുത്ഫ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, നുത്ഫത്തിന്റെ അംഷാജ് കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതായത് സ്പേം എഗ്ഗുമായി കൂടിച്ചേർന്നിട്ട് നുത്ഫ ഉണ്ടാകുന്നു. അപ്പൊ നുത്ഫ എന്നുള്ളത് കോമൺ ആയിട്ട് പുരുഷന്റെയും സ്ത്രീയുടെയും ബീജകോശങ്ങൾക്ക് പറയുന്ന പേരാണ്, ബീജത്തിന് പറയുന്ന പേരാണ്. ഇത് നമ്മൾ പുതുതായിട്ട് പറയുന്നതല്ല, അത് സഹാബികൾ ശേഷമുള്ള സഹാബി പറഞ്ഞു. എന്ന് മാത്രമല്ല, അതിന് താബി പണ്ഡിതന്മാരായിട്ടുള്ള മുജാഹിദ് റളിയല്ലാഹു, ഇക്രിമ റളിയല്ലാഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു, റബിയ, ഇങ്ങനെ എല്ലാ താബി പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇതെല്ലാം എല്ലാ തഫ്സീറുകളിലും ഉള്ളതാണ്. തഫ്സീർ ഇബ്നു കസീർ ആവട്ടെ, തബരി ആവട്ടെ, ജലാലി ആവട്ടെ, ഏത് തഫ്സീറും, ഇനി ആധുനിക തഫ്സീറുകൾ ഏതെടുത്താലും എല്ലാത്തിലും കൃത്യമായിട്ടുള്ളതാണ്. അപ്പൊ ഈ എന്താണ് നുത്ഫ? അത് മനിയിന്റെ ചെറിയൊരു പാർട്ടാണ്, മനിയിന്റെ ചെറിയൊരു അംശം. ഈ നുത്ഫ എന്നുള്ള വാക്കിന് മലയാളത്തിൽ കൃത്യമായ ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയത്തുള്ളി, ശുക്ലത്തുള്ളി, അല്ലെങ്കിൽ ബീജം എന്നൊക്കെ പറയുന്നത്. പുരുഷനും സ്ത്രീക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദം മലയാളത്തിലില്ല. നുത്ഫക്ക് ഒരു മലയാളം ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് മലയാളത്തിൽ കൊടുക്കാനില്ല. കാരണം മലയാളത്തില് പുരുഷന്റേതിന് ബീജം എന്ന് പറയും, സ്ത്രീയുടേതിന് അണ്ഡം എന്ന് പറയും, അങ്ങനെയാണ് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് അതിന് ഗാമേറ്റ് എന്നൊരു പദമുണ്ട്. പുരുഷന്റെ ഗാമേറ്റ് രണ്ടിനും ഒരേപോലെ ഉപയോഗിക്കണം. അത് പക്ഷേ സയന്റിഫിക് ലിറ്ററേച്ചറിൽ മാത്രമേ ഗാമേറ്റ് എന്ന് ഉപയോഗിക്കാറുള്ളൂ. സാധാരണ ലിറ്ററേച്ചറിൽ ഗാമേറ്റ് എന്ന് പറയാറില്ല. അപ്പൊ ഗാമേറ്റ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഈ നുത്ഫയുടെ അർത്ഥം എന്താണ് ഡിക്ഷണറികൾ കൊടുത്തിട്ടുള്ളത്? അത് നോക്കാം. നമുക്ക് ക്ലാസിക് ഡിക്ഷണറികൾ തന്നെ നോക്കാം. 1863 എഡ്വാർഡ് വില്യം ലെയ്ൻ പ്രസിദ്ധീകരിച്ച അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കൺ, അതാണ് ക്ലാസിക് ഡിക്ഷണറി ആയിട്ട് ലോകത്ത് അംഗീകരിക്കുന്നത്. എഡ്വാർഡ് വില്യം ലെയ്നിന്റെ ലെക്സിക്കൺ. ഓക്കെ, AD 1863, അതായത് 162 വർഷം മുമ്പ് ഉള്ള ഒരു ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് അതിന്റെ നുത്ഫയുടെ അർത്ഥം, അതൊക്കെ ഇന്റർനെറ്റിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ കാണാവുന്ന സാധനമല്ലേ. ഇതിനാണെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ലെക്സിക്കൺ ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ലെക്സിക്കൺ എടുക്കുക, അതിന് നുത്ഫ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ മീനിങ്, ഇംഗ്ലീഷിലുള്ള മീനിങ് എഡ്വേർഡ് വില്യം ലെയ്ൻ കൊടുത്തത് കാണാൻ സാധിക്കും. സ്പേമ ഓഫ് എ മാൻ ആൻഡ് ഓഫ് എ വുമൺ, കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. മീനിങ് കൊടുത്തിട്ടുള്ളതാണ്, ഡിക്ഷണറിയിലെ മീനിങ് ആണ് പറഞ്ഞത്. ഇതിപ്പോ മുസ്ലിങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന സംഭവമല്ല. 1863 സത്യത്തില് ഈ ഓവൻ പോലും ശരിക്കും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ആ എൻഡില്, ആ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെയാണ് ഓവൻ പോലും കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് തുടങ്ങുന്നത് പോലും 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്.
1863 അതിനു മുമ്പുള്ള ഡിക്ഷണറിയാണത്. അതെ അതെ. ഓക്കെ, അപ്പോ അതിൽ കൊടുത്തിട്ടുള്ളതാണ് നുത്ഫ എന്ന പദത്തിന്റെ അർത്ഥം സ്പേമ ഓഫ് എ മാൻ ആൻഡ് ഓഫ് എ വുമൺ. ഇത് രണ്ടിനും പറയുന്ന പേരാണ്. അതെ അതെ. ഓക്കെ, പുരുഷന്റേതിനും സ്ത്രീയുടേതിനും പറയുന്ന പേരാണ്. എന്ന് മാത്രമല്ല ഖുർആനിന്റെ പരാമർശം എന്താ? നുത്ഫകൾ കൂടി ചേർന്നതിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നതെന്നാണ്. ആ ഖുർആന്റെ ആയത്തിൽ നുത്ഫത്തിൻ അംഷാജ്, കൂടിച്ചേർന്ന നുത്ഫ. അതിന്റെ വിശദീകരണമായിട്ട് സഹാബികളുടെയും താബികളുടെയും വിശദീകരണം എന്താ? പുരുഷന്റെ നുത്ഫയും സ്ത്രീയുടെ നുത്ഫയും കൂടി ചേർന്നത് എന്നാണ്. ഓക്കെ, ഇത് ഇബ്നു അബ്ബാസിൽ നിന്നും മുജാഹിദിൽ നിന്നും അതുപോലെ സഹാബികളും താബികളും വിശദീകരിച്ച് എല്ലാ തഫ്സീറുകളിലും രേഖപ്പെടുത്തിയ സംഭവമാണ്. അല്ലാതെ ആധുനികരായിട്ടുള്ള നമ്മൾ ഇത് കുത്തിയിരുന്ന് ഒപ്പിച്ചുണ്ടാക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാം. എല്ലാ തഫ്സീറിലും ഉള്ളതാണ്, ഏത് തഫ്സീറും എടുത്ത് നോക്കിക്കോളും. ഓക്കെ, അപ്പൊ പുരുഷന്റെയും സ്ത്രീയുടെയും നുത്ഫകൾ കൂടി ചേർന്നതാണ്. നുത്ഫക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മലയാളം ആണിനെയും പെണ്ണിന്റെയും അണ്ടത്തിനും ബീജത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള പദം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ പരിഭാഷകളിലൊക്കെ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പരിഭാഷ എന്നുള്ളത് ഈ പരിഭാഷകരുടെ ഒരു ലാംഗ്വേജിന്റെ ലിമിറ്റ് വെച്ചിട്ട് അവർ എഴുതുന്നതാണ്. അപ്പൊ അവർ ചിലപ്പോൾ ഇന്ദ്രിയത്തുള്ളി അല്ലെങ്കിൽ ശുക്ലത്തുള്ളി അല്ലെങ്കിൽ ബീജം എന്നൊക്കെ കൊടുക്കും. അല്ലാതെ അണ്ട അല്ലെങ്കിൽ ബീജങ്ങളിൽ പകരം അണ്ടെന്ന് കൊടുത്താൽ അപ്പൊ പറയില്ല സ്ത്രീയുടെ ഇതിൽ മാത്രമാണ്. രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമില്ല. ബീജം എന്നുള്ള സ്ത്രീ ബീജം എന്ന് ഒരു വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. പുരുഷന്റേതിനാണ് ബീജം എന്ന് പറയുന്നത് എന്ന് മാത്രം. പക്ഷെ അറബിയിലെ നുത്ഫ എന്നുള്ള പദത്തിന് രണ്ടർത്ഥവുമുണ്ട്, പുരുഷന്റെ ബീജത്തിനും സ്ത്രീയുടെ അണ്ടത്തിനും. അത് ഡിക്ഷണറികളിൽ കൊടുത്തിട്ടുള്ള അർത്ഥമാണ്, അതും പുരാതന ഡിക്ഷണറികളിൽ കൊടുത്തിട്ടുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി പഴയ തഫ്സീറുകളും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നുമില്ല എന്നാണ് പറയുന്നത്. തനിച്ച ഒന്നുകിൽ വിവരമില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്ന മിന്നത്തുഫത്തിനംശ, സ്ത്രീയുടെയും പുരുഷന്റെയും നുത്ഫകൾ കൂടിച്ചേരുന്നത്. അപ്പൊ അവിടെ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ആണ്, അവിടെ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് എന്നല്ല. ഹദീസിൽ കൃത്യമായി പറഞ്ഞു എന്തും പുരുഷന്റേത് വെള്ളയാണ്, കട്ടിയുള്ളതാണ്. പുരുഷന്റേത് എല്ലാവർക്കും കാണാൻ സാധിക്കും, അത് പുറത്തുള്ളതാണ്. സ്ത്രീയുടേത് മഞ്ഞയാണെന്ന് പറഞ്ഞു, കട്ടി കുറഞ്ഞതാണെന്ന് പറഞ്ഞു. ഓക്കെ, സത്യത്തില് സ്ത്രീയുടെ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഒരിക്കലും മഞ്ഞ കളറല്ല. ഒന്നുകിൽ കളർലെസ് അല്ലെങ്കിൽ സ്ലൈറ്റ് വൈറ്റിഷ് കളറൊക്കെ, അല്ലാതെ മഞ്ഞ കളറല്ല ഒരിക്കലും. കട്ടി കുറഞ്ഞ മഞ്ഞ കളറുള്ള ഫ്ലൂയിഡ് ഏതാണ്? അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഏറ്റവും അത്ഭുതകരമായ സംഗതി മനസ്സിലാവും. സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് എവിടെയാണ് ഉണ്ടാവുക എന്നറിയോ? സ്ത്രീയുടെ പെൽവിസിനുള്ളിൽ, സ്ത്രീയുടെ അടിവയറിനുള്ളിലാണ് ഈ റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ് ഉള്ളത്. സ്ത്രീയുടെ അണ്ഡാശയം ഓവറിയിൽ ധാരാളം ഓവേറിയൻ ഫോളിക്കിളുകളുണ്ട്. ഈ ഓവേറിയൻ ഫോളിക്കിള് ഓരോ മാസവും ഒരു ഫോളിക്കിൾ ഏതെങ്കിലും ഒരു അണ്ടത്തിൽ നിന്ന്, റൈറ്റോ ലെഫ്റ്റോ ഉള്ള ഒരു അണ്ടത്തിൽ നിന്ന്, അണ്ഡാശയത്തില് ഒരു അണ്ടത്തിന് ചുറ്റുമുള്ള ഓവേറിയൻ ഫോളിക്കിള് വലുതായിട്ട് അതിലൊരു ഫ്ലൂയിഡ് നിറയും, ഓവേറിയൻ ഫ്ലൂയിഡ് നിറയും. അതിന് അങ്ങനെ ഫ്ലൂയിഡ് നിറഞ്ഞ് ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം അറിയാലോ, ഒരു സ്ത്രീയുടെ ഒരു 28 ദിവസമുള്ള ഒരു ആർത്തവ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ, മെൻസ്ട്രൽ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ, അതിന്റെ നടുവിലായിട്ട് 14ാമത്തെ ദിവസമാണ് ഈ ഒരു ഓവേറിയൻ ഫോളിക്കിൾ മെച്യൂർ ആവുക. ആദ്യം പ്രൈമോഡിയൽ ഫോളിക്കിൾ എന്നുള്ള ചെറിയ ഫോളിക്കിൾ ആയിരിക്കും. ഈ ഒരുപാട് അണ്ടങ്ങളുള്ളതിൽ ഒരു അണ്ടത്തിന്റെ ഒരു ഫോളിക്കിൾ മാത്രം വലുതാവും. ആ വലുതാവുന്നതിന് ചില ഹോർമോണുകൾ, ശരീരത്തിൽ നിന്നുള്ള ചില ഹോർമോണുകൾ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്നുള്ള, ല്യൂട്ടിനൈസിങ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ല്യൂട്ടിൻ എന്ന് പറഞ്ഞ മഞ്ഞ എന്നാണ്. ല്യൂട്ടിനൈസിങ് എന്ന് പറഞ്ഞാൽ മഞ്ഞയാക്കുന്ന ഹോർമോൺ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം പോലും. അതൊരു ലാറ്റിൻ വേർഡാണ്. ഈ ല്യൂട്ടിനൈസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുമ്പോൾ ഈ ഓവറിയിലുള്ള ഈ പ്രൈമോഡിയൽ ഓവേറിയൻ ഫോളിക്കിള് വലുതാവാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ ഫ്ലൂയിഡ് നിറയാൻ തുടങ്ങും, മഞ്ഞ കളർ. ല്യൂട്ടിനാണ് അതിന്റെ കളർ, മഞ്ഞ കളർ ആയതുകൊണ്ടാണ് അതിന്റെ ല്യൂട്ടിൻ. അങ്ങനെ ഈ ഫോളിക്കിൾ വലുതായി ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ പകുതി എത്തുമ്പോൾ ഈ മെച്ചർ ഓവേറിയൻ ഫോളിക്കിൾ എന്ന് പറയും. ഈ മെച്ചർ ഓവേറിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഒരു മഞ്ഞ ഫ്ലൂയിഡ് പുറത്തേക്ക് വരും. 5 ml ഫ്ലൂയിഡ് ഉണ്ടാവും അതിൽ. 23 മില്ലിമീറ്റർ ആയിരിക്കും അന്നേരത്തെ ആ ഒരു ഇതിന്റെ ഓവേറിയൻ ഫോളിക്കിളിന്റെ സൈസ്. അതിൽ 5 ml അല്ലെങ്കിൽ അതിൽ കൂടുതൽ മഞ്ഞ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും.
മഞ്ഞ ഫ്ലൂയിഡ് എന്ന് പ്രത്യേകം പറയാൻ കാരണം അത് മഞ്ഞയാണ്. ഇതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അല്ലാതെ ഇത് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് അല്ല. ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് കളർലെസ് ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ് വൈറ്റിഷ് കളർ ഉണ്ടാവണം. ഓക്കെ, ഒരിക്കലും മഞ്ഞ ഫ്ലൂയിഡ് അല്ല. ഈ മഞ്ഞ കളറിലെ ഫ്ലൂയിഡ് ഈ അടിവയറിൽ ഗർഭാശയത്തിനടുത്ത് ഓവറിയിൽ ഉണ്ടാകുന്ന സംഭവമാണ്. ഈ ഓവറിയിൽ നിന്നും അണ്ടാശയത്തിൽ നിന്നും ഈ ഒരു ബാഗ് പൊട്ടും. ഈ ഓവേറിയൻ ഫോളിക്കിൾ പൊട്ടിയതിനു ശേഷം ഈ മഞ്ഞ ഫ്ലൂയിഡ് സ്ത്രീയുടെ വയറിനകത്തേക്ക്, അടിവയറ്റിലുള്ള ആ ഭാഗത്തേക്ക് ചാടും. പുരുഷൻ സ്കലിക്കുന്നത് പോലെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, തെറിച്ച് വീഴാണ് ചെയ്യുന്നത്. ഇത് പൊട്ടിയിട്ട് അങ്ങോട്ട് തൂറ്റും. ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിനെ സ്വീകരിക്കാനായി ഇതൊക്കെ ഒരു ഓവറിയൻ ഫോളിക്കിൾ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫലോപ്പിയൻ ട്യൂബ് എന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ ഫലോപ്പിയൻ ട്യൂബ് ഇത് വലിച്ചെടുക്കും. ഈ ഫലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് ഈ ഫ്ലൂയിഡ് പോകും. ഈ ഫ്ലൂയിഡിനകത്ത് ഒരു അണ്ഡകോശം ഉണ്ടാവും. അതായത് ഈ സ്ത്രീയുടെ മനിയാണ് ഈ പറഞ്ഞത്, മഞ്ഞ കളറുള്ള തിന്നായിട്ടുള്ള ഈ ഓവേറിയൻ ഫ്ലൂയിഡ്, മഞ്ഞ കളറുള്ള. ഈ പൊട്ടിക്കഴിഞ്ഞ ഇതിനെന്താണ് പേരെന്ന് അറിയാം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓവേറിയൻ ഫോളിക്കിളിന്റെ പേര് കോർപ്പസ് ലൂട്ടിയം എന്നാണ്. കോർപ്പസ് ലൂട്ടിയം, മഞ്ഞ കോർപ്പസ് എന്നാണ്. ലൂട്ടിയം എന്ന് പറഞ്ഞാൽ മഞ്ഞാനാണ് മീനിങ്. ഓക്കെ, ആ ലാറ്റിൻ വേർഡിന്റെ വേർഡ് മീനിങ് പോലും മഞ്ഞാണ്. അപ്പൊ ഈ കോർപ്പസ് ലൂട്ടിയമായി മാറും. എന്തായാലും ഈ മഞ്ഞ ഫ്ലൂയിഡ് നേരെ ഇത് ഫലോപ്പിയൻ ട്യൂബ് അത് വലിച്ചെടുത്തിട്ട് ഫലോപ്പിയൻ ട്യൂബിനുള്ളിലൂടെ യൂട്രസിനകത്തേക്ക് പോകും. അപ്പൊ അതിനകത്ത് വെച്ചിട്ടാണ്, ഈ ഫലോപ്പിയൻ ട്യൂബിനകത്തും അതേപോലെ യൂട്രസിന്റെ മുകൾ ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് ഈ ബീജവും അണ്ടവും കൂടി ചേരുന്നത്. അപ്പൊ സ്ത്രീയുടെ 5 ml വരുന്ന മഞ്ഞ ഫ്ലൂയിഡ് ഉണ്ട്. അത് സ്ത്രീയുടെ ശരീരത്തിനകത്ത് നടക്കുന്നതാണ്. അത് സ്ത്രീയിൽ നിന്നും സ്രവിക്കപ്പെടുന്നതാണ്. അത് ഇജാക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് പൊട്ടിയിട്ട് തെറിച്ചു വീഴുന്നതാണ്. തെറിച്ചു വീഴുന്ന ദ്രാവകത്തുള്ളിയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ പാടില്ല. അപ്പൊ തെറിച്ചു വീഴുന്ന ദ്രാവകമാണ്. പുരുഷന്റെ സ്കലിക്കുന്നത് പോലെ തന്നെ ഇതിനുള്ളിൽ നടക്കുന്ന സ്ത്രീയുടേത് അതിന് സമാനമായിട്ട് ഉള്ളിൽ നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ കളർ മഞ്ഞയാണ്. ഇത് ഒരിക്കലും നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ഓക്കെ, ഇത് ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണെന്നറിയോ? 2008 2008 ഇത് ആദ്യമായിട്ട് ലൈവായിട്ട് ഒരു മനുഷ്യ സ്ത്രീയുടെ ഈ ഒരു സ്കലനം എന്ന് പറയാം, ഈ ഒരു സംഗതി ആദ്യമായിട്ട് കാണുന്നത് 17 വർഷം മുമ്പ്. 2008 അത് തന്നെ. ഇതെങ്ങനെ കാണുന്ന വെച്ചാൽ ഒരിക്കലും ഇത് എപ്പോഴാണ് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. ഒരു മെനിസ്ട്രൽ സൈക്കിൾ നടക്കുന്ന ഒരു സ്ത്രീയുടെ ഏകദേശം ഒരു മിഡിൽ ഓഫ് ദി മെനിസ്ട്രൽ സൈക്കിളിൽ 24 മണിക്കൂറിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന സംഭവമാണ്. അപ്പൊ ഇത് എപ്പോഴാണെന്ന് പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ആകസ്മികമായി കണ്ടത് ഒരു സ്ത്രീക്ക് വയറിൽ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. വേറെ എന്തോ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് വയറിൽ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യായിരുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് സർജൻസ് ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഓവറിന്ന് ഒരു ഫോളിക്കിൾ പൊട്ടിയിട്ട് മഞ്ഞ ഫ്ലൂയിഡ് അങ്ങോട്ട് തെറിക്കുന്നുണ്ട്. അപ്പൊ അവരത് ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ലോകത്താദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇത് റെക്കോർഡ് ചെയ്തു. അത് വലിയ ന്യൂസ് ആയിട്ട് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. 2008 BBC ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് ഒരു ഓവറിയിൽ നിന്നും ഫസ്റ്റ് ഈ മഞ്ഞ ഫ്ലൂയിഡ് പുറപ്പെടുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അത് BBC ന്യൂസ് ആയിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടും അതിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. കൃത്യമായ മഞ്ഞ കളറുള്ള ഫ്ലൂയിഡ്. ഇത് ഹദീസിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള പരാമർശമാണ്. സത്യത്തിൽ ഈ മഞ്ഞയാണ് എന്നുള്ള ആ ഒരൊറ്റ പരാമർശം മതി ഖുർആന്റെയും ഹദീസിന്റെ ഒക്കെ ദൈവികത ബോധ്യപ്പെടാണ്. കാരണം ഒരിക്കലും അറിയില്ല. 2008 മാത്രമാണ് മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്, ഇത് കൃത്യമായിട്ട് കാണുന്നത്. മറ്റു ജീവജാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മഞ്ഞ ഫ്ലൂയിഡ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ പേരുകളും ഇതൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ലൈവായിട്ട് കാണുന്നത് ഇതാണ്. ഒരിക്കലും നമ്മൾ ഒരു സ്ത്രീയുടെ വയറ് നോക്കിയിരുന്ന് 24 മണിക്കൂറിനുള്ളിൽ ക്യാമറ വെച്ചിട്ട് നോക്കാൻ പറ്റുന്ന സംഗതിയല്ലത്. ഓക്കെ, ഇതൊരു CCTV വാരി വെച്ചിട്ട് കാണുന്നതല്ല. ഇത് ആകസ്മികമായിട്ട് ചിലപ്പോൾ ഒറ്റ സംഭവം തന്നെ ലോകത്ത് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിന് ശേഷവും തീർച്ചയായിട്ടും ഇതായിട്ടൊന്നും വേറെ അത്തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും നമുക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഫസ്റ്റ് ടൈം ഇതായതുകൊണ്ട് BBC റിപ്പോർട്ട് ചെയ്തത്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഞാൻ കൊടുക്കാം. അതിലുള്ള പിക്ചർ നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് മഞ്ഞ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് എന്താണ്? മനീയ് എന്നാണ്. ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡിന് അറബിയിൽ മദിയ് എന്നാണ് പറയാ. ഇസ്ലാമില് അല്ലെങ്കിൽ അറബി ഭാഷയിൽ എല്ലാത്തിനും കൃത്യമായ പദങ്ങളുണ്ട്. മദിയ് എന്നുള്ളതാണ്. അതൊക്കെ ഒരു മദ്രസ കുട്ടികളോട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരാം. മദിയ്, മനീയ് 2 തരത്തിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്. മദിയാണ് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ്.
മദീ എന്നുള്ളത് കഴുകേണ്ട അശുദ്ധിയുള്ള ഒരു സംഗതിയാണ്. മനീ എന്നുള്ളത് നജസ്സല്ലാത്തതുമാണ്. മറ്റേത് നജസ്സാണ്, ചെറിയ നജസ്സാണ് എന്നുള്ളതൊക്കെ കുട്ടികൾ മദ്രസ പഠിക്കുന്ന സംഗതിയാണ്. മനീ എന്നുള്ളത് ശുക്ലമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഓവേറിയൻ ഫ്ലൂയിഡ് ആണ്. ഈ ഓവേറിയൻ ഫ്ലൂയിഡ് മഞ്ഞ കളറാണ്, പുരുഷന്റെ ശുക്ലം വെള്ള കളറാണ്. പുരുഷന്റെ ശുക്ലം കട്ടിയുള്ളതാണ്, ഓവേറിയൻ ഫ്ലൂയിഡ് പുരുഷന്റെ ശുക്ലവുമായി കമ്പയർ ചെയ്യുമ്പോൾ കട്ടി കുറഞ്ഞതാണ്. ഓക്കെ, ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഹദീസുകളിലെ പരാമർശമാണ്. ഓക്കെ, വളരെ കൃത്യമാണ് പരാമർശങ്ങളൊക്കെ. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത് ദൈവികമാണ്, തെളിയിക്കാൻ വിട്ട സംഗതിയാണ്. ഇവർക്ക് ഒരിക്കലും ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് അല്ല. ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡിന് അറബിയിൽ മദീ എന്ന് പറയില്ല, അല്ല മദീ എന്ന് പറയില്ല, മദീ. അതിന് പ്രത്യേക വാക്കുകളുണ്ട്. ഓക്കെ, അത് മാത്രമല്ല അതിന്റെ രണ്ടിന്റെയും ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികൾ പോലും വ്യത്യസ്തമാണ്. ഒരാൾക്കൊരു മദീ പുറപ്പെട്ടാൽ അയാൾ അവിടെ കഴുകിയാൽ മതി, അതേസമയം മനീ പുറപ്പെട്ടാൽ അയാൾ കുളിക്കണം. അങ്ങനെയൊക്കെയുള്ള കർമ്മശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ പോലും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ആവർത്തിച്ച് പറയുന്നത് ഓഡിയൻസിന് അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനാണ്. ഈ വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിക വിഷയങ്ങൾ ഒട്ടും നോളജ് ഇല്ല എന്നുള്ളത്, പക്ഷെ സയൻസിനെ കുറിച്ചൊരു അപ്ഡേറ്റ്സും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കിയത്. ഇത്ര എംബ്രിയോളജി ഒക്കെ വിമർശിക്കാൻ വരുമ്പോൾ അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് എങ്കിലും നോക്കണ്ടേ. ഇതൊക്കെ ഇവര് ജീവിതത്തിൽ ആദ്യമായിട്ടേക്കും കേൾക്കുന്നത്. ഡോക്ടർ, മറ്റൊന്ന് സാധാരണ ഖുർആനെ വിമർശിക്കാൻ ഇവർ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഖുർആന്റെ പരിഭാഷകളിലൊക്കെ പറയുന്നുണ്ട്, അതായത് ബീജത്തിൽ നിന്നും രക്തക്കെട്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് മാംസക്കട്ടയും പിന്നീട് അസ്ഥിയും രൂപം കൊള്ളുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അസ്ഥികളെ മാംസം പൊതിയുന്നൊക്കെയുള്ള പരാമർശമുണ്ട്. ഇതൊക്കെ അശാസ്ത്രീയമാണ്, തെറ്റാണ്, അന്നുള്ള ധാരണകൾ ഖുർആനിൽ കടന്നുകൂടി എന്നാണ് ഇവർ സാധാരണ പറയാറുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഖുർആൻ അറബി ഭാഷയിലാണ്. അറബി ഭാഷയിലുള്ള ഒരു വാക്കിന് തത്തുല്യമായ ഒരു പദം മറ്റു ഭാഷകളിൽ ഇല്ല, പലതിനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഓരോ വാചകങ്ങളും നമുക്ക് നോക്കാം. ഖുർആനില് ഈ ഒരു ഭ്രൂണത്തിന്റെ വ്യത്യസ്ത സ്റ്റേജുകൾ പറയുന്ന ഈ ആയത്ത്, സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തില് ആദ്യം നുത്ഫയിൽ നിന്നും ഖലഖനൽ നുത്ഫത അലഖതൻ വഖലഖനൽ അലഖത മുദ്അതൻ ഫഖലഖനൽ മുദ്അത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ. അപ്പൊ ഇതിൽ പറയുന്നത് ആദ്യം സുമ്മ ഖലഖന, പിന്നീട് നാം സൃഷ്ടിച്ചു, അൻ നുത്ഫത, നുത്ഫയിൽ നിന്നും അൽ അലഖ, നുത്ഫയിൽ നിന്നും അലഖത, നുത്ഫയിൽ നിന്നും അലക്ക സൃഷ്ടിച്ചു. അപ്പൊ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നുത്ഫ എന്ന് പറഞ്ഞാല് മനീയിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മനീയ് അല്ലെങ്കിൽ മാവ് എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക സ്രവമാണ്. പുരുഷന്റേതാണെങ്കിൽ ശുക്ലം, സ്ത്രീയുടേതാണെങ്കിൽ ഓവേറിയൻ ഫ്ലൂയിഡ്. അപ്പൊ അതിനെപ്പറ്റി ഹദീസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പുരുഷന്റെ ഈ ഫ്ലൂയിഡിന്റെ പുരുഷന്റെ മനീയ് വെളുത്തതാണ്, കട്ടിയുള്ളതാണ്. നമുക്കറിയാം ശുക്ലം വെളുത്തതാണ്, കട്ടിയുള്ളതാണ്. സ്ത്രീയുടെ മനീയ് കട്ടി കുറഞ്ഞതാണ്, മഞ്ഞയാണ്. അപ്പൊ ഓവേറിയൻ ഫ്ലൂയിഡ് മഞ്ഞയാണ്, കട്ടി കുറഞ്ഞതാണ് പുരുഷനോടുമായി കമ്പയർ ചെയ്യുന്നത്. ഇത് രണ്ടും വളരെ ആധുനികമായിട്ട് ശുക്ലത്തിന്റെ കാര്യം അറിയാമെങ്കിലും സ്ത്രീയുടെ മനീയിന്റെ കാര്യം വളരെ അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല മഞ്ഞ കളറാണ് എന്നുള്ളത് വളരെ കൃത്യമായ പരാമർശമാണ്. ല്യൂട്ടിനൈസിങ് ഹോർമോൺ അഥവാ മഞ്ഞയാക്കുന്ന, ല്യൂട്ടിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്, മഞ്ഞയാക്കുന്ന ഹോർമോൺ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഈ ഓവേറിയൻ ഫ്ലൂയിഡ് പൊട്ടിയിട്ട് ഓവേറിയൻ ഫോളിക്കിൾ പൊട്ടി ഓവേറിയൻ ഫ്ലൂയിഡ് എന്നുള്ള ഈ മനീയ് പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകുന്ന അവശേഷിക്കുന്ന ഭാഗത്തിന് കോർപ്പസ് ലൂട്ടിയം, മഞ്ഞ അവശിഷ്ടം എന്ന് പറയാം, അതാണ് അതിന്റെ പേര് പോലും. അപ്പൊ അതിന്റെ മെഡിക്കൽ ടേമുകൾ പോലും മഞ്ഞ എന്നുള്ള വാക്ക് അവിടെ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഈ മനീയിൽ നിന്നുള്ള ഒരു നിസ്സാരമായ പാർട്ടാണ് നുത്ഫ. ഖുറാനിൽ പറഞ്ഞത് നമുക്ക് കാണാം, അലം യകുൻ നുത്ഫതൻ മിൻ മനീയുന, അവൻ മനീയിൽ നിന്നുള്ള ഒരു നുത്ഫ മാത്രമായിരുന്നില്ല. അതായത് മനീന്റെ ഒരു ചെറിയ നിസ്സാരമായ പാർട്ട് മാത്രമായിരുന്നില്ല. നുത്ഫയുടെ ഈ ഖുറാനിലുള്ള പല പരിഭാഷകളിലും നമുക്ക് ഒന്നുകിൽ ബീജം ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ദ്രിയ തുള്ളി എന്നൊക്കെ കാണാൻ പറ്റും. അതായത് ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ശുക്ലത്തിന്റെ ഒരു തുള്ളി എന്നൊക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും പരിഭാഷയിൽ കൊടുക്കുക. കാരണം ആണിന്റെയും പെണ്ണിന്റെയും ഒക്കെ ഇന്ദ്രിയത്തിന്റെ ഒരു തുള്ളി മാത്രമാണ്. ആ നുത്ഫകൾ കൂടി ചേർന്നിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത്. നുത്ഫത്തിൻ അംഷാജിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. അത് ആണിന്റെ നുത്ഫയും പെണ്ണിന്റെ നുത്ഫയും ചേർന്നിട്ടാണെന്നുള്ളത് സഹാബികളുടെയും താബികളുടെയും എല്ലാവരുടെയും വ്യാഖ്യാനമാണ്. അവര് നബിയിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ്. അപ്പോ ഈ കൂടിച്ചേർന്ന നുത്ഫ, പുരുഷന്റെയും സ്ത്രീയുടെയും നുത്ഫ, അത് ബീജം അണ്ടം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. പക്ഷെ അറബിയിൽ രണ്ടിനും നുത്ഫ എന്നുള്ള വേർഡാണ്. ആ വേർഡിന് ഡിക്ഷണറി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അർത്ഥം സ്പേമ ഓഫ് എ മാൻ ആൻഡ് സ്പേമ ഓഫ് എ വുമൺ എന്നാണ്. ഇത് 1800-കളിലുള്ള ലെയ്നിന്റെ ലെക്സിക്കണിൽ നിന്നുള്ളതാണ്. 1863 ഉള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ക്ലാസിക് അറബിക് ഡിക്ഷണറിയിലുള്ള അർത്ഥമാണ് ഈ പറഞ്ഞത്.
അപ്പോൾ അറബി വാക്ക് നുത്ഫയുടെ അർത്ഥം ബീജം, അണ്ടം രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കുന്ന പദമാണ്. ഇനി അതിന് തത്തുല്യമായിട്ട് രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു പദം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പരിഭാഷകളിൽ ഇതാക്കുന്നത് ബീജമണ്ഡം. അപ്പൊ നമ്മൾ അത്തരത്തിലൊരു പദം കാണുമ്പോൾ അത് അണ്ടത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് ബിവെയർ ഓഫ് ഡോഗ്സ് എന്നൊരാൾ വീടിന്റെ പുറത്ത് ബോർഡ് വെച്ചിരിക്കുകയാണ്. അത് അതിന്റെ താഴെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവനെ പോലത്തെ ഒരു യുക്തിവാദി വന്നിട്ട് പട്ടിയെ മാത്രം സൂക്ഷിച്ചാൽ മതി, നായയെ സൂക്ഷിക്കണമെന്ന് എഴുതിയിട്ടില്ലല്ലോ. നായ പുരുഷനും പട്ടി സ്ത്രീയുമാണല്ലോ മലയാളത്തില്. അതേസമയം ഡോഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നായക്കും പട്ടിക്കും പറയുന്ന, പുരുഷൻ നായക്കും സ്ത്രീ പട്ടിക്കും മലയാളത്തിലുള്ളത്. അല്ലെങ്കിൽ പട്ടി കടിച്ചാൽ റേബീസ് ഉണ്ടാകും എന്ന് എഴുതി വെച്ചാല് നായ കടിച്ചാൽ ഉണ്ടാവില്ല എന്നായിരിക്കും ഇതേപോലെയുള്ള വിവരകോശികളെ മനസ്സിലാവുക എന്നുള്ളത് പോലെയാണ്. ഒരു പരിഭാഷയുടെ പരിമിതിയാണിത് എന്ന് മനസ്സിലാക്കാം. ഇവ രണ്ടിനും തുല്യമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അറബിയിൽ എന്ന് മാത്രമല്ല അത് ഡിക്ഷണറിയിലും അടക്കം അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ തഫ്സീറുകളിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പുരുഷന്റെ നുത്ഫയും സ്ത്രീയുടെ നുത്ഫയും. അപ്പൊ നുത്ഫ എന്നുള്ള പദം നമ്മൾ ക്ലിയർ ചെയ്തു. മനിയ് എന്നുള്ള പദം മനിയിലിന്റെ പാർട്ടാണ് നുത്ഫ. ഇനി മനിയിന്റെ പാർട്ടാണ് എന്നുള്ളത് നമുക്ക് വേറെയും ഖുർആൻ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഖുർആനിലെ വേറെ സൂറത്ത് സജദയിൽ പറയുന്നുണ്ട്, സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, അവന്റെ സന്തതിയെ ഉണ്ടാക്കി. മിൻ സുലാലത്തിൻ മിൻ മാഇൻ, മാഇന്റെ മാ എന്ന് പറഞ്ഞാൽ മനിയ് അഥവാ ശുക്ലം അല്ലെങ്കിൽ സ്ത്രീയുടെ ഓവറിയൻ ഫ്ലൂയിഡ്, റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡിന്റെ അതിന്റെ സത്തിൽ നിന്നുണ്ടാക്കി, അതിന്റെ എസൻസിൽ നിന്നുണ്ടാക്കി, അതിന്റെ ഒരു ചെറിയ പാർട്ടിൽ നിന്നുണ്ടാക്കി എന്നുള്ളത് ഇതിനെ പറ്റിയിട്ട് നുത്ഫ മായിന്റെ ഒരു ചെറിയ പാർട്ടാണ് എന്നുള്ളത് ഖുർആനിൽ വേറെ സ്ഥലത്ത് തന്നെ രണ്ട് സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. ആളുകൾ സംശയം ചോദിച്ചു അസ്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അസ്ല് എന്ന് പറഞ്ഞാൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്, അതായത് ഗർഭം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾക്ക് ഗർഭം ആ ഒരു അവസരത്തിൽ വേണ്ട എന്നുള്ളതിന് വേണ്ടിയിട്ട് അന്നത്തെ ആളുകൾ ചെയ്തിരുന്ന അന്നത്തെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ശുക്ലം സ്രവിക്കുന്നതിന് മുമ്പായിട്ട് ലിംഗം പുറത്തെടുക്കുന്ന, പുരുഷൻ ലിംഗം പുറത്തെടുക്കുന്ന അതിനാണ് അസ്ല് ചെയ്യാന്ന് പറയുന്നത്, കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നുള്ള ഇത്. അങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കും. സഹാബികൾ സംശയം ചോദിച്ചപ്പോൾ റസൂൽ പറയും, മാമിൻ കുല്ലിൽ മായി യകൂനുൽ വലദ്, മുഴുവൻ ദ്രാവകത്തിൽ നിന്നുമല്ല കുട്ടി ഉണ്ടാകുന്നത്, അതിന്റെ ഒരു ചെറിയ പാട്ടെന്നാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് കരുതുക, എങ്കിൽ പോലും ഒരല്പം ശുക്ലം ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖദറുണ്ടെങ്കിൽ അവിടെ കുട്ടി ഉണ്ടാവും. നിങ്ങൾ അസ്ല് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതൊരു 100% പ്രൊട്ടക്റ്റീവ് മെത്തേഡ് അല്ല. നിങ്ങൾ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ അസ്ല് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ ദ്രാവകത്തിന്റെ അല്പം മാത്രം മതി കുട്ടി ഉണ്ടാവാൻ. അത് ആ മുഴുവൻ മാവും ആവശ്യമില്ല. മാമിൻ കുല്ലിമായി, അത് മുഴുവൻ മനിയും എത്തേണ്ട ഒരു ആവശ്യമില്ല. അതിന്റെ ഒരു തുള്ളി മാത്രം മതി, ആ നുത്ഫ മാത്രം എത്തിയാൽ മതി. അതായത് കോടിക്കണക്കിന് 100 കോടിയോളം ബീജങ്ങൾ ഉണ്ടാവും ഒരു വട്ടം ബീജം സ്കലിക്കുമ്പോൾ. അതിൽ ഒരു ബീജം, ഒരു സ്പേം മതി. ഓക്കെ. അതേപോലെ തന്നെ ഓവേറിയൻ ഫ്ലൂയിഡ് 5 ml ഉള്ള ഓവേറിയൻ ഫ്ലൂയിഡ്, ആ മഞ്ഞ ഫ്ലൂയിഡില് അതിനകത്ത് വളരെ കുഞ്ഞു മൈക്രോസ്കോപ്പിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരൊറ്റ ഒരു എഗ്ഗ് ഉണ്ടാവുള്ളൂ. ആ ഒരു എഗ്ഗ് മതി. ഓക്കെ. ആ മുഴുവൻ വെള്ളവും ആണിന്റേതും പെണ്ണിന്റേതും ആവശ്യമില്ല. അതിന്റെ വളരെ നുത്ഫ മാത്രം മതി, ഒരു ചെറിയ ഇത്. അതുകൊണ്ടാണ് ഡ്രോപ്പ് ഓഫ് സെമൻ എന്നൊക്കെ ഈ പരിഭാഷകൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന് വേറെ ആണിനും പെണ്ണിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദം മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ബീജമെന്നോ അല്ലെങ്കിൽ ഇന്ദ്രിയത്തുള്ളി എന്നൊക്കെ പറയുന്നത്. ഇന്ദ്രിയത്തുള്ളി എന്ന് പറയുമ്പോൾ അവിടെ ആണിന്റെ ഇന്ദ്രിയത്തുള്ളിയും പെണ്ണിന്റെ ഇന്ദ്രിയത്തുള്ളിയും ഉണ്ട്. അത് മനസ്സിലാക്കുക. അതായത് പട്ടി കടിച്ചാൽ റേബീസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നായ കടിച്ചാൽ ഉണ്ടാവില്ല എന്നല്ല അർത്ഥം എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത പദം എന്താണ്? നുത്ഫയിൽ നിന്നും അലക്ക ഉണ്ടാക്കി. ഈ അലക്ക എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? അത് നമുക്ക് നോക്കാം. അലക്ക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് അലക്ക എന്ന വേർഡ് സെർച്ച് ചെയ്ത് നോക്കാം. അലക്ക എന്ന് പറഞ്ഞാൽ ലീച്ച് എന്നാണ് അർത്ഥം, അട്ട. ഏത് ഡിക്ഷണറിയും അറബിക് ഡിക്ഷണറി എടുത്തു നോക്കാം. അലക്ക എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ് അർത്ഥം. എന്ന് മാത്രമല്ല അതിന്റെ മറ്റർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ തൂങ്ങിക്കിടക്കുന്നത്, ഒട്ടിക്കിടക്കുന്നത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹാങ്ങിങ് ഓൺ, ക്ലിങ്കിങ് ഓൺ എന്നൊക്കെയാണ് ഈ എല്ലാ അതിലുള്ള അർത്ഥങ്ങൾ. അപ്പോ അലക്കയ്ക്ക് ഒരു മലയാളത്തിലോ അതിലൊക്കെയുള്ള അർത്ഥമായിട്ട്
ഈ അണ്ടവും ബീജവും കൂടിച്ചേർന്ന് ആദ്യത്തെ നുത്ഫത്തുൽ അംഷാജ് ഉണ്ടായി, അതായത് കൂടിച്ചേർന്ന് ഫെർട്ടിലൈസ്ഡ് എഗ് ആയതിനു ശേഷം പിന്നീട് അടുത്ത സ്റ്റേജ് ആയിട്ട് പറയുന്നത് അലക്കയാണ്. അതൊരു അട്ടയുടെ രൂപത്തിലുള്ള ഒരു സാധനം ഉണ്ടായി എന്ന് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ പരിഭാഷയിൽ. അതുകൊണ്ടാണ് അവർ രക്തക്കട്ട എന്ന് അവർക്കൊരു തോന്നുന്ന ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പരിഭാഷ കൊടുക്കുന്നത്. ഓക്കെ, കാരണം അലക്ക എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ്, ലീച്ച് എന്നാണ് മീനിങ്. അതായത് അതിൽ നിന്നും ലീച്ചിനെ പോലെയുള്ള ഒരു സാധനം ഉണ്ടാകുന്നു, അട്ടയെ പോലെയുള്ള. അട്ട എങ്ങനെ മേല് കടിച്ച് പിടിച്ചാൽ വിടൂല, അങ്ങനെ മേല് കടിച്ച് പിടിക്കുന്ന ഒരു ജീവിയാണല്ലോ അട്ട. ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്, അത് മനസ്സിലാക്കണം. എംബ്രിയോളജിയിലുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ പറയുന്നത് മോർഫോളജി, അതായത് പുറമേ നോക്കുമ്പോൾ കാണുന്ന രൂപത്തിനെ പറ്റിയാണ്. അപ്പൊ ഈ നുത്ഫ സ്റ്റേജ് ഇതൊക്കെ വെറും സെല്ലിന്റെ മൈക്രോസ്കോപ്പിൽ മാത്രം കാണാൻ പറ്റുന്ന സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജാണ് അലക്ക സ്റ്റേജ്. അലക്ക സ്റ്റേജില് ഇത് ഗർഭാശയത്തിലെ യൂട്രസിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന സ്റ്റേജിലാണ്. അതിന്റെ എക്സ്റ്റേണൽ രൂപം നോക്കിയാൽ അതിന്റെ മൈക്രോസ്കോപ്പിക് പിക്ചർ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് പിക്ചർ ആഡ് ചെയ്യാം. കറക്റ്റ് ഒരു അട്ട അള്ളി പിടിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്, അട്ട അള്ളി പിടിച്ചിരിക്കുന്നത്. അപ്പൊ അലക്ക എന്നുള്ളതിന്റെ വേർഡ് മീനിങ് ഡിക്ഷണറിയിൽ നോക്കിയാൽ അട്ട എന്നോ അല്ലെങ്കിൽ അള്ളി പിടിച്ചിരിക്കുന്ന സാധനം എന്നോ തൂങ്ങിക്കിടക്കുന്ന സാധനം എന്നോ അങ്ങനെയൊക്കെയാണ് കാണുക. ഓക്കെ, അതിന്റെ എല്ലാ അർത്ഥത്തിലും അള്ളി പിടിച്ചാണ് ഇരിക്കുന്നത്, യൂട്രസിൽ തൂങ്ങിയാണ് കിടക്കുന്നത്. ഇത് മേലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്, ഹാങ്ങിങ് വണ്ണാണ്, ഒട്ടി കിടക്കുന്നതാണ്. എല്ലാ അട്ടയുടെ രൂപത്തിലുമാണ്, ഷേപ്പ് കറക്റ്റ് അട്ടയുടെ രൂപത്തിൽ. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് പിക്ചർ അടക്കം കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഈ അലക്ക സ്റ്റേജിൽ നിന്നും, ഈ അലക്ക എന്നുള്ള വേർഡ് പോലും അത്ര ആപ്റ്റ് ആയിട്ടുള്ളതാണ്, അതിന്റെ എല്ലാ അർത്ഥവും യോജിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം അടുത്ത സ്റ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മുതുക സ്റ്റേജ്. മുതുക എന്നുള്ളത് ഡിക്ഷണറി നോക്കോളൂ. ഇപ്പൊ ഡിക്ഷണറി വളരെ എളുപ്പമാണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് മുതുക എന്നുണ്ട് അടിച്ചു. ച്യൂഡ് സബ്സ്റ്റൻസ് എന്നാണ് മുതുകാത്ത് എന്ന് പറഞ്ഞാൽ ച്യൂ, ചവക്കുക എന്നാണ്, ചവച്ച സാധനം എന്നാണ് മുതുകന്റെ അർത്ഥം. ചവച്ച ഇറച്ചി കഷ്ണത്തിനൊക്കെയാണ് മുതുക എന്ന് പറയുന്നത്. ചവച്ചിട്ട് നമ്മൾ പുറത്ത് വെക്കുന്നത്. ചവച്ച സാധനത്തില് പല്ലിന്റെ മാർക്ക് ഉണ്ടാവും അല്ലെ, നമ്മളൊരു ഇറച്ചി ഇങ്ങനെ കടിച്ചിട്ട് പുറത്ത് വെച്ചാൽ പല്ലിന്റെ മാർക്കുണ്ട്. അതുപോലെയുള്ള ചവച്ച സാധനം, ചവച്ച് പുറത്ത് വെച്ചതാണ്. ടു ച്യൂ എന്നാണ്, ചവക്കുക എന്നാണ് മുതുക എന്നുള്ള പദത്തിന്റെ അർത്ഥം, ചവച്ച സാധനം പോലെ. അപ്പോ ഒന്നാമത്തെ സ്റ്റേജ് നുത്ഫത്തുൽ അംഷാജ് അഥവാ ബീജവും അണ്ടവും കൂടി ചേർന്ന സ്റ്റേജ്. അതിൽ നിന്നും അലക്ക എന്നുള്ള സ്റ്റേജ്, അട്ടയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്റ്റേജ്. അതിന്റെ അടുത്ത സ്റ്റേജാണ് മുതുക, ചവച്ചരച്ച ഒരു മാംസപിണ്ഡം പോലെ, ചവച്ച മാംസപിണ്ഡം, ചവച്ച മാംസപിണ്ഡം എന്നാണ് അതിന്റെ കറക്റ്റ് മീനിങ്. അതുപോലെയുള്ള ഒരു സ്റ്റേജ് കറക്റ്റ് അതിന്റെ മൈക്രോസ്കോപ്പിക് പിക്ചർ എടുത്ത് നോക്കോളൂ. അതിന്റെ എംബ്രിയോയിലുള്ള സോമൈറ്റുകൾ എന്ന് പറയും, ആ സോമൈറ്റ് സ്റ്റേജ് ആണ് അടുത്തത്. ആ സോമൈറ്റ് സ്റ്റേജ് കറക്റ്റ് ഒരു ഇറച്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചവച്ച് വെച്ച അതേ ഷേപ്പിലായിരിക്കും. അതിന്റെ നമ്മളെ പല്ലിന്റെ മാർക്കുള്ളത് പോലെ. അതിന്റെ പിക്ചർ ഞാൻ എന്റെ ബ്ലോഗിലും ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പിക്ചർ നമുക്ക് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് മോർഫോളജി തന്നെയാണ് ഉള്ളത് മനസ്സിലാവും മുതുക സ്റ്റേജിൽ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫഖലഖൽ മുദഅത ഇളാമൻ, ആ മുതുകയിൽ നിന്നും അസ്ഥി ഉണ്ടാക്കി, അവളമുണ്ടാക്കി. ഈ ഇവിടെ എല്ലായിടത്തും പറയുന്നത് ഫസ്റ്റ് ഖലഖനൽ നുത്ഫത, നുത്ഫയിൽ നിന്നും അലക്ക ഉണ്ടാക്കി. പിന്നെ ഖലഖന എന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചു, അതായത് ഒരു സാധനത്തിൽ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്നതിന് സൂചിപ്പിക്കാനാണ്. ഓരോ സ്ഥലത്തും ഈ ഖലഖന എന്ന് പറയുന്നത്. സുമ്മ ഖലഖന, പിന്നീട് നാം സൃഷ്ടിച്ചു. അപ്പോ നുത്ഫയിൽ നിന്നും അലക്ക ഉണ്ടാക്കി എന്ന് പറഞ്ഞു. പിന്നെ ഫഖലഖന, പിന്നീട് സൃഷ്ടിച്ചു. അൽ അലക്കത്തെ മുദഅതൻ, അലക്കയിൽ നിന്നും മുദഅ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫഖലഖന, പിന്നെ നാം സൃഷ്ടിച്ചു അൽ മുദഅത ഇളാമൻ, ഈ ചവച്ചരച്ച മാംസപിണ്ഡം പോലെയുള്ള സാധനത്തിൽ നിന്നും അസ്ഥികൾ ഉണ്ടാക്കി. പിന്നെ അടുത്ത വാചകം ഫകസൗനൽ ഇളാമ ലഹ്മ. അവിടെ ഇയാൾ പറഞ്ഞതല്ല, ഇയാൾ തെറ്റിദ്ധരിച്ചത്, വിമർശകർ തെറ്റിദ്ധരിക്കുന്നത് ഈ അസ്ഥി ഉണ്ടാക്കി അതിനുശേഷം മാംസം ഉണ്ടാക്കി എന്ന് ഖുർആൻ പറഞ്ഞു എന്നാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആന്റെ വാചകഘടന പോലും ഓരോ വേർഡും വളരെ കൃത്യമാണ്. ഇവിടെയൊക്കെ ഖലഖന എന്ന് ഉപയോഗിച്ചു, നുത്ഫയിൽ നിന്നും അലക്ക സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഖലഖന എന്ന് ഉപയോഗിച്ചു, അഥവാ അതിൽ നിന്നും വേറൊരു സാധനം സൃഷ്ടിച്ചു എന്നാണ്.
അലക്കയിൽ നിന്ന് മുതല ഉണ്ടാക്കുമ്പോൾ അവിടെയും ഹലക്കന എന്ന് പറഞ്ഞു. അതിൽ നിന്നും വേറെ മുതല സ്റ്റേജ്, ചവച്ച മാംസപിണ്ഡം പോലെയുള്ള സ്റ്റേജ് ഉണ്ടാക്കുന്നു. അതിൽ നിന്നും അസ്ഥി ഉണ്ടാക്കുന്നത് വിവരിച്ചപ്പോഴും എന്ത് പറഞ്ഞു? ഫഹലക്കന മുതാത്ത അലക്കത്ത്, മുതായെ നാം അലക്കയാക്കി എന്നുള്ളത്. പക്ഷെ അതിന്റെ തൊട്ടൊപ്പം തന്നെ പറയുന്ന ഫസൗനൽ ഇളാമലഹ്മ, അവിടെ ഫഹലക്കന എന്ന് നമ്മൾ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഫഹലക്കന എന്ന് പറഞ്ഞിട്ടില്ല. ഫസൗനൽ ഇളാമലഹ്മ, അസ്ഥിയെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു. അവിടെ ഫ എന്നുള്ള ഒരു അവ്യയം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ എന്ന് പറഞ്ഞാൽ അറബിയിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിക്കാണ് ഫ എന്ന് പറയാം. മറ്റൊരുത്തൊക്കെ നമ്മൾ അവിടെ സൃഷ്ടിച്ചു, ഒന്നിൽ നിന്ന് വേറെ ഒന്ന് സൃഷ്ടിച്ചു എന്ന് പറയാം. ഇവിടെ അസ്ഥിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ ഫഹലക്കന എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അതിന്റെ ഒപ്പം തന്നെ പറയാണ് ഫസൗന, അതിനെ പൊതിയുകയും ചെയ്തു, അൽ ഇളാമ എല്ലിനെ, ലഹ്മ ഇറച്ചി കൊണ്ട്, മാംസം കൊണ്ട്, മസിൽ കൊണ്ട് പൊതിഞ്ഞു. മാംസം ഉണ്ടാക്കി അതിനൊപ്പം തന്നെ അസ്ഥി ഉണ്ടാക്കി അതിനൊപ്പം തന്നെ മാംസം കൊണ്ട് അസ്ഥിയെ പൊതിയുകയും ചെയ്തു. ഫ എന്നുള്ളത് അറബി ഭാഷയിൽ ഒരുമിച്ച് ഒരു ഗ്യാപ്പുമില്ലാതെ ഒന്ന് കഴിഞ്ഞ് തൊട്ടൊപ്പം തന്നെ നടക്കുന്ന സംഗതിക്ക് മാത്രം പറയുന്നതാണ് ഫ എന്നുള്ള അവ്യയം. അത് അതിന്റെ എക്സാമ്പിൾ അടക്കം അറബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാമറിൽ ഓരോ വാക്കുകളും വളരെ കൃത്യമാണ്. ഫ എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എന്നാണ്. യൂസ് ടു ഗിവ് ഓർഡറിംഗ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ്, ഒപ്പം തന്നെ സംഭവിക്കുന്ന സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. കദിമൽ ഫുർസാനു ഫൽ മുഷാർ, അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് അറബിക് ഇതിലുള്ള. ഓക്കെ, ultimatearabic.com എന്നുള്ള അതിന്റെ ഡിഫറൻസ്. ദാറ്റ് മീൻസ് ദ കാൽവറി അറൈവ്ഡ് ദെൻ ദ ഫുഡ് സോൾജിയേഴ്സ്, അതായത് വിത്ത് നോ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. അതായത് ഒരേ സമയം രണ്ട് സംഗതികൾ, കാലാൾപ്പടയും കുതിരപ്പടയും ഒരേ സമയം തന്നെ വന്നു എന്ന് പറയുന്നതിനാണ് ഈ ഫ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഇല്ലാതെ ഒരുമിച്ച് നടക്കുന്ന സംഗതിക്കാണ്. ഓക്കെ, അതേസമയം സുമ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, സുമ്മ എന്ന് പറഞ്ഞാൽ എ വൈൽ ആഫ്റ്റർ, പിന്നീട് ഒരു കാര്യം കഴിഞ്ഞിട്ട് യൂസ് ടു ഗീവ് ഓർഡറിംഗ് വിത്ത് എ ഡിലേ ഫോളോ അപ്പ്, ഒരു കാര്യം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറൊരു സംഗതി നടക്കുന്നതിനാണ് സുമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഫ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കുന്ന സംഗതിക്കുള്ള അറബിയിൽ ആ ഒരു ഫ എന്നുള്ള വാക്ക് മാത്രം മതി, ഇത് ഒരുമിച്ച് നടക്കുന്നതാണ്. ഓക്കെ, ഫസൗനൽ ഇളാമലഹ്മ, ആ മാംസം അസ്ഥി ഉണ്ടാക്കി, മുതലയിൽ നിന്നും അസ്ഥി ഉണ്ടാക്കി ആ അസ്ഥിയെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു വിത്തൗട്ട് എനി ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. ആ വേർഡ് പോലും വളരെ സ്പെസിഫിക് ആണ്. ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഫ എന്നുള്ള ഉപയോഗിച്ചത്. അവിടെ ഫഹലക്കന എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഈ മാംസത്തിൽ നിന്നാണ് അസ്ഥി ഉണ്ടാക്കിയത്, അല്ല അസ്ഥിയിൽ നിന്നാണ് മാംസം ഉണ്ടാക്കിയെന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല. അത് ഈ വിമർശകർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. രണ്ടും ഒരേ സമയം ഉണ്ടായി അസ്ഥിയെ മാംസം പൊതിയുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് അങ്ങനെയാണ് കൃത്യമായിട്ടുള്ളത്. ഓക്കെ, അതിനെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു എന്നാണ് അസ്ഥി. അപ്പൊ ഇത് വ്യത്യസ്ത സ്റ്റേജുകളാണ് എന്നുള്ളത് ഇവര് വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള എത്ര കൃത്യമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നല്ലായിരുന്നു എങ്കിൽ അവിടെ ഒരു ഹലക്ന എന്നുള്ളത് സ്വാഭാവികമായിട്ടും വരും. അതിന്റെ മുമ്പുള്ള എല്ലാ സ്റ്റേജും പറയുമ്പോൾ അതിൽ നിന്ന് ഇതുണ്ടാക്കി, ഇതിൽ നിന്ന് അതുണ്ടാക്കി, പിന്നെ ഇതിന്റെ കൂടെയും അത് വരണമായിരുന്നു, പക്ഷെ അവിടെ വന്നില്ല. ഒരുമിച്ചാണ് എന്നുള്ളതിന് സൂചന തരുന്ന ഫ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും ഒരേ സമയം നടക്കുന്ന, സൈമൾട്ടേനിയസ്ലി വിത്തൗട്ട് എനി ഗ്യാപ്പ് എന്നർത്ഥം വരുന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടും ഒരേ സമയമാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പരാമർശങ്ങൾ പോലും വളരെ കൃത്യം. ഇനി ഇത് മാത്രമല്ല, ഹദീസിലും കൊണ്ട് ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആന്റെ വിശദീകരണമുള്ള ഹദീസിൽ ഒരു ഹദീസിൽ കാണുന്നത് ഈ നുത്ഫ സ്റ്റേജിന് ശേഷം 42 ദിവസം കഴിഞ്ഞാൽ, 42 ദിവസം എന്ന് പറഞ്ഞാൽ 6 വീക്സ്, 6 വീക്സ് കഴിയുമ്പോൾ ഒരു മലക്കിനെ അള്ളാഹു ഗർഭാശയത്തിന്റെ ഇൻചാർജുള്ള മലക്കിനെ അയക്കും. മലക്ക് എന്നുള്ളത് അതൊരു ജീവികളാണ്, അഭൗതികമായിട്ടുള്ള ജീവികളാണ്. പടച്ചവൻ എന്ത് പറഞ്ഞു അത് വിശ്വാസികൾ വിശ്വസിക്കും. സയൻസിന്റെ ടൂൾ വെച്ച് മലക്കിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മലക്കുകൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവൃത്തി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ 42 ദിവസം കഴിഞ്ഞാൽ എന്നാണ് ഹദീസിലുള്ളത്. ഓക്കെ, ഇതാ 42 ദിവസം കഴിയുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ അയക്കും എന്ന് പറഞ്ഞിട്ടാണ്. കൃത്യം 42 രാത്രികൾ കഴിയുമ്പോൾ ബാസല്ലാഹു ഇലൈഹ മലക്കൻ, അള്ളാഹു അതിലേക്ക് ഒരു മലക്കിനെ അയക്കുന്നു.
അങ്ങനെ ആ മലക്ക് ഇതിന് രൂപപ്പെടുത്തുന്നു, ഈ ഭ്രൂണത്തിനെ രൂപപ്പെടുത്തുന്നു. അതിന് കേൾവിയും കാഴ്ചയും തൊലിയും മാംസവും എല്ലുകളും സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ 42 ദിവസമാകുമ്പോഴേക്കും ഈ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഉള്ള കേൾവി ശക്തിക്കുള്ള ഇന്റേണൽ ഇയറും ഇതൊക്കെ ഇന്നർ ഇയറും സംഗതികളും 42 ദിവസമാകുമ്പോഴേക്കും ക്ലിയർ ആയിട്ടുണ്ട്. റെറ്റിനയും അതുപോലെയുള്ള കണ്ണിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടുകളും ഒക്കെ കേൾവിക്കുള്ള, അതായത് കാഴ്ചക്കുള്ള സംഗതികളൊക്കെ ഈ ഗർഭാശയത്തിൽ 42 ദിവസമാകുമ്പോഴേക്കും അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ പറയുന്നത് എന്താണ്, തൊലി ഉണ്ടാക്കിയിട്ടുണ്ട്, മാംസവും എല്ലുകളും ഉണ്ടാക്കി. അവമും ലഹമും, എല്ലും മാംസവും ഒക്കെ സൃഷ്ടിച്ചു. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ മലക്ക് അപ്പൊ ഈ 42 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഹദീസിൽ കൃത്യമായിട്ട് പരാമർശമുണ്ട്. അപ്പോ ഇതൊക്കെ ആ സമയം കൊണ്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളതും ഒരു സമയമാണ് നടക്കുന്നത് എന്നുള്ളതും ഹദീസിൽ നിന്നും അതിലും വ്യക്തമാണ്. എന്നിട്ട് പിന്നെ ഹദീസിൽ പിന്നെ ബാക്കിയുള്ള വിഷയം, ഇത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നു. അത് മലക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് 42 ദിവസം അഥവാ 6 വീക്സ്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്ര ഒരു സംവിധാനം മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അതൊരു മനുഷ്യന്റെ നഗ്നനേത്രം കൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. എംബ്രിയോളജി നഗ്നനേത്രം കൊണ്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കൊണ്ട് ഒന്നും കാണാൻ സാധിക്കാത്ത സംഭവം. കാരണം ഇത് സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് നടക്കുന്നതാണ്. അതെ, ഇത് നമുക്ക് സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ പറ്റൂല. അതെ, അപ്പൊ ഇന്നും നമുക്ക് കാണാൻ കഴിയാത്ത സംഗതിയാണ്. ഇന്നും നമുക്കിപ്പോ അൾട്രാസൗണ്ടിലും ഇതൊക്കെ വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജും കഴിഞ്ഞതിന് ശേഷം കാര്യമായി കാണും. ഇപ്പോഴൊക്കെ ഒരു ചെറിയ രൂപത്തിലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പോലും സാധിക്കുള്ളൂ. പലപ്പോഴും ഈ എംബ്രിയോളജിയുടെ ഒക്കെ സംഭവിക്കുന്നത് പോലും ഈ അബോർഷൻ നടന്നതിന് ശേഷമുള്ള അതൊക്കെ വെച്ചിട്ട് മൈക്രോസ്കോപ്പ് ഒക്കെ അബോർഷൻ കഴിഞ്ഞതിന് ശേഷം അത് കളക്ട് ചെയ്ത് അത് പരിശോധിച്ചിട്ടൊക്കെയാണ് എംബ്രിയോളജിയുടെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പോലും. തീർച്ചയായും വിമർശകർക്ക് അവരുടെ ആ ഒരു മുൻവിധി മാറ്റിവെച്ച് കാര്യങ്ങൾ പഠിച്ചാൽ ബോധ്യപ്പെടാവുന്ന ഇസ്ലാം സത്യമാണ് തെളിയുന്ന വചനങ്ങളാണ് വിമർശകർ ഉന്നയിച്ച ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിന്റെ വിശദമായിട്ടുള്ള ടെക്സ്റ്റ് ഇസ്ലാമിക് തോട്ട്സ് എന്നുള്ള ബ്ലോഗിൽ ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ സാധാരണ വിമർശകർ പറയാറുണ്ട് പിന്നെ ഈ സ്റ്റേജുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് 120 ദിവസം കൊണ്ടാണ് എന്നൊക്കെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ജീവൻ കൊടുക്കുന്നതൊക്കെ 120 ദിവസം കൊണ്ടാണെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതൊക്കെ അശാസ്ത്രീയമാണ് എന്നിപ്പോൾ ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഇതൊക്കെ തെറ്റാണ് എന്നൊക്കെ അവര് പറയാറുണ്ട്. സത്യത്തിൽ ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. അത് ഹദീസിൽ ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. കാരണം ഹദീസിൽ വന്ന ചില പരാമർശങ്ങളുടെ പദപ്രയോഗങ്ങളിൽ ഉള്ള സംശയം കൊണ്ട് പണ്ഡിതന്മാർ 2 രൂപത്തിലായിട്ടുള്ളതാണ്. മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക്, അതേപോലെ മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ, അതേപോലെ ഹംബലി മദ്ഹബിലെ പല പണ്ഡിതന്മാരും 40 ദിവസത്തിലാണ് റൂഹ് നൽകപ്പെടുന്നത്, അതേപോലെ തന്നെ 40 ദിവസത്തിനുള്ളിലാണ് ഈ സ്റ്റേജുകളൊക്കെ നടക്കുന്നത് എന്നുള്ള വിശ്വാസക്കാരാണ്. ഓക്കെ, അതിനുപോലുമായിട്ടുള്ള ഹദീസുകളുണ്ട്. എന്നാൽ ഇതിന് കോൺട്രഡിക്ടറി ആയി തോന്നാവുന്ന ഒരു ഹദീസ് ഉണ്ട്, മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ആ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ ബുഖാരിയിലെ വെർഷനും ഇമാം മുസ്ലിമിന്റെ സഹീഹിലെ വെർഷനും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇമാം ബുഖാരിയിലെ ഹദീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതേ ഹദീസ് തന്നെ ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ വരുമ്പോൾ ആ ഹദീസിലെ പദങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇന്ന അഹദക്കും ഇജ്മാഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ സുമ്മ യകൂനു ഫീ ദാലിക അലഖതൻ മിസ്ല ദാലിക. ആ 40 അതുപോലെ ഫീ ദാലിക മിസ്ല ദാലിക എന്നാണ് പറഞ്ഞത്. മറ്റേതില് ബുഖാരിന്റെ ഇതില് മിസ്ല ദാലിക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെ കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള അതേ സെയിം നറേറ്റേഴ്സ് എന്നുള്ളത് അത് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള ഹദീസിൽ ഫീ ദാലിക എന്നുള്ള പദം കൂടി ഉണ്ട്. അതിൽ തന്നെ 40 ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് പിന്നെ ഓരോ സ്റ്റേജിൽ പറയുമ്പോഴും എന്ത് പറയുന്നുണ്ട്, 40 ദിവസം അലക്കയായിക്കൊണ്ട് നുത്ഫയായിക്കൊണ്ട് 40 ദിവസം നിൽക്കും, അതിൽ തന്നെ അലക്കയായിക്കൊണ്ട് നിൽക്കും, ഫീദാലിക്ക അതിൽ തന്നെ മുഴുവയായിക്കൊണ്ട് നിൽക്കും, അതിൽ തന്നെ അളവും ലഹമുമായിക്കൊണ്ട് പിന്നെ എല്ലാം 40 ദിവസം കൊണ്ട്. അപ്പൊ 40 ദിവസം കൊണ്ട് തന്നെ ഈ മുഴുവൻ സ്റ്റേജും ഈ ഒരൊറ്റ 40-ലാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇത് വേറെ വേറെ 40 ദിവസമാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരെ തന്നെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഹദീസിന്റെ പരാമർശങ്ങളിൽ നമുക്ക് എല്ലാം തന്നെ ഒരേ 40 ദിവസത്തിലാണ് എന്ന് കാണാൻ സാധിക്കും.
കാരണം സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ ഫീ ദാലിക മിസ്ല ദാലിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 40, അതിൽ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ ഇത് വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണോ? അല്ല. കാരണം തൊട്ടടുത്ത ഹദീസിൽ, ഇമാം സഹീഹ് മുസ്ലിമിലെ തൊട്ടടുത്ത ഹദീസിൽ തന്നെ എന്ത് പറയുന്നുണ്ട്? ഞാൻ നേരത്തെ വിശദീകരിച്ച ആ ഹദീസ് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. ഇതാ മർവ ബിൻ നുത്ഫത്തി സിംതാനി വഅർബഊന ലൈലത്തൻ. നുത്ഫ അത് 42, സിംതാനി വഅശ്റൂൻ, സിംതാനി വഅർബഊൻ 42 ദിവസങ്ങൾ കഴിയുമ്പോൾ അള്ളാഹു ആ ഗർഭപാത്രത്തിലേക്ക് ഒരു മലക്കിനെ അയക്കുന്നു. എന്നിട്ട് ഈ 42 ദിവസത്തിന്റെ ഉള്ളിലാകുമ്പോൾ അങ്ങനെ ആ മലക്ക് ഭ്രൂണത്തിന് രൂപം നൽകുന്നു. കേൾവിയും കാഴ്ചയും തൊലികളും മാംസങ്ങളും എല്ലുകളും നൽകും. ഈ എല്ലാ സ്റ്റേജുകളും പറഞ്ഞു. അലക്കയും മുതകയും അതേപോലെ തന്നെ അവം, ലഹം, എല്ലാ അസ്ഥികൂടം, മാംസം, എല്ലാ സ്റ്റേജുകളും ആ 42 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു എന്നുള്ളത് തൊട്ടടുത്ത ഹദീസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ട് റബ്ബിനോട് ചോദിക്കും, റബ്ബെ ഈ കുട്ടി ആണാണോ പെണ്ണാണോ? അപ്പൊ റബ്ബ് അതിന് മറുപടി പറയും, അള്ളാഹു വിധിച്ചതനുസരിച്ച് ആ കുട്ടിയുടെ ലിംഗം രേഖപ്പെടുത്തും എന്ന് മാത്രമല്ല ഖദറിന്റെ ഇതിൽ പറയുന്നത് ആ കുട്ടിയുടെ വിധിയും രേഖപ്പെടുത്തും. ആ 42 ദിവസമാകുമ്പോൾ ഈ മലക്ക് ആ കുട്ടിയുടെ പൂർണ്ണമായ അവൻ ജീവിതത്തിൽ എന്താകും, എന്തൊക്കെയാണ് അവന്റെ വിധി എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഹദീസിലുള്ളത്. കിതാബുൽ ഖദറിലെ ഹദീസാണ്. അപ്പൊ ഈ രണ്ട് ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദാണ്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൽ നിന്നും തന്നെ 42 ദിവസത്തിനുള്ളിലാണ് ഈ 4 സ്റ്റേജുകളും ഈ എല്ലാ സ്റ്റേജുകളും നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ഹദീസിൽ തന്നെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. 42 ദിവസങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളത്. 42 തന്നെ 6 ആഴ്ചക്കുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ. അതേപോലെ 40 ദിവസങ്ങൾ അല്ലെങ്കിൽ 45 ദിവസങ്ങളിൽ നിന്ന് വേറെ ഹദീസിലും വന്നിട്ടുണ്ട്. 40ന്റെയും 45ന്റെയും ഇടയിലുള്ള സമയത്താണ് നടക്കുക എന്നുള്ളത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 40 ദിവസത്തിലാണ് അല്ലെങ്കിൽ 42 ദിവസത്തിലാണ് ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളത്. ഈ ഹദീസിന്റെ പരാമർശങ്ങളിൽ നിന്നും ഇത് വെവ്വേറെ 40 ദിവസങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. സ്വാഭാവികമാണ്. വ്യാഖ്യാനങ്ങളിൽ അവർ അന്നത്തെ അറിവും അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കാന്നുള്ളത്. പിന്നെ അവിടെ ജീവൻ നൽകുന്നതെന്നല്ല, റൂഹ് നൽകുന്നത്. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. ആത്മാവ് നൽകപ്പെടുന്നത് ആ സമയത്താണ്. ഈ 40 ദിവസമാകുമ്പോൾ ആത്മാവ് നൽകപ്പെടും. ആത്മാവ് എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. റോഹിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, അത് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അറിവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആത്മാവ് എന്താണെന്ന് നമുക്കറിയില്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ശരീരം അവിടെ കാണുന്നുണ്ട്. ആ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ചിലപ്പോൾ ജീവൻ ഉണ്ടാവും. ചിലപ്പോ അയാളുടെ എന്തെങ്കിലും അവയവങ്ങൾ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടക്കുന്നത്. അല്ല, പല ഹാർട്ട്, കിഡ്നി ഒക്കെ ബ്രെയിൻ ഡെത്ത് ആയ ഒരാളുടെ ഇത് ട്രാൻസ്പ്ലാന്റ് നടത്തുന്നത് ആ അവയവങ്ങൾക്ക് ആ സമയത്ത് ജീവനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ജീവനല്ല ആത്മാവ് എന്നുള്ളത് മനസ്സിലാക്കണം. ആത്മാവ് നൽകപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 40ാമത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ 42ാമത്തെ ദിവസത്തിലാണ് ആത്മാവ് നൽകപ്പെടുന്നത്. ആത്മാവ് എന്താണോ എന്നുള്ളത് നമുക്കറിയില്ല. അത് മരണപ്പെടുന്നതോടുകൂടി ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നാണ് വിശ്വാസികൾ പഠിച്ചിട്ടുള്ളത്. പിന്നീട് പുനർജീവിക്കുമ്പോൾ നമുക്ക് ആ ശരീരത്തിലേക്ക് ആത്മാവിനെ മടക്കപ്പെടും എന്നും വിശ്വസിക്കുന്നു. അപ്പൊ ആത്മാവ് നൽകപ്പെടുന്നതാണ്, അല്ല ജീവനല്ല ആത്മാവ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോ ഈ 120 ദിവസത്തിന് മുമ്പ് ജീവൻ ഉണ്ടല്ലോ എന്നുള്ള പറയുന്നതിലെ തന്നെ അടിസ്ഥാനമില്ല. കാരണം 40 ദിവസമാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. 40 ദിവസമാണ്. ചിലരത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തതാണ് 120 ദിവസം എന്നുള്ളത്. സെപ്പറേറ്റ് 40കൾ 3 40കളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. സത്യത്തിൽ എല്ലാം കൂടി ഒരു 40-നകത്ത് നടക്കുന്നതാണ് എന്നുള്ളത് മറ്റ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അത് തന്നെ അത് രണ്ടും റിപ്പോർട്ട് ചെയ്ത് പറയാ സഹാബി തന്നെയാണ്. അപ്പൊ എന്തായാലും ആ സഹാബി തന്നെ വൈരുദ്ധ്യം അറിയില്ല. അങ്ങനെ തന്നെയാണ് ഈ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഇസ്ലാമിക ചരിത്രം മുതലേ ഉള്ളതാണ്. 40 ദിവസമാണോ 120 ദിവസമാണോ എന്നുള്ളത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിലെ 4 മദ്ഹബുകളിൽ മാലിക്കി മദ്ഹബിന് ഇതിനനുസരിച്ച് 40 ദിവസമാണ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ഒരു പ്രബലമായ നിലപാട് അതാണ്. ആധുനിക പണ്ഡിതന്മാരൊക്കെ അധികം 40 ദിവസത്തിലാണ് റൂഹ് നൽകപ്പെടുന്നത് എന്നുള്ള അഭിപ്രായം. ഈ ചർച്ച തന്നെ ഉണ്ടായത് ഇതേപോലെ എംബ്രിയോളജി ചർച്ച ചെയ്യാനല്ല സത്യത്തിൽ. അതൊരു ഫിഖ്ഹി ആയിട്ടുള്ള ചർച്ചയാണ്. അതായത് 40 ദിവസത്തിന് മുമ്പാണ് അബോർഷൻ നടന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കുട്ടിക്ക് മരണാനന്തര ചടങ്ങുകളോ ഒന്നും വേണ്ട. 40 ദിവസത്തിന് ശേഷമാണ് അബോർഷൻ നടന്നതെന്നുണ്ടെങ്കിൽ കുട്ടിയെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, ഖബറടക്കണം. അതുപോലെയുള്ള മരണാനന്തര ചടങ്ങുകൾ ഒരു മനുഷ്യൻ സാധാരണ ഒരാൾ മരിക്കണം, അതേ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തണം.
എന്നുള്ളതൊക്കെ വെച്ചിട്ട് അതിന്റെ കർമ്മശാസ്ത്രം പറയാനാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇത് 40 ആണോ 120 ആണോ എന്നുള്ളൊരു തർക്കം പോലും ഉടലെടുത്തത് എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ എംബ്രിയോളജിന്റെ വിഷയം പഠിക്കാനല്ല. അത് പണ്ട് മുതലേ ഉള്ള ഒരു തർക്കമാണ്. അതിൽ ആ 40 എന്നുള്ള വീക്ഷണമാണ്, 40 എന്നുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണമാണ് ശരിയായ അഭിപ്രായമായിട്ടുള്ളത്. ഓക്കെ, അത് മുൻകാലത്തെ ഇമാം മാലിക്കിന്റെ അഭിപ്രായം മുതലേ അങ്ങനെയാണ്. ഓക്കെ, അതായത് താബീ പണ്ഡിതന്മാര് മുതലേ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. അതിൽ ആ അഭിപ്രായത്തില് 40 എന്നുള്ളത് 40 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ഹദീസുകൾ കൊണ്ട് വ്യക്തമായിട്ടുള്ളതാണ്. വ്യത്യസ്തമായ 40കളാണ് എന്ന് ചില പരാമർശങ്ങൾ ഹദീസിന്റെ വരികളിൽ അങ്ങനെ 2 രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അത്. പക്ഷെ അത് തൊട്ടടുത്ത ഹദീസ് വായിച്ചാൽ അത് ക്ലിയർ ആവുന്നുണ്ട്. അലക്ക നുത്ഫ അലക്ക മുദ അളം ലഹം എല്ലാ സ്റ്റേജുകളും ഈ 40 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 42 ദിവസത്തിനുള്ളിലാണ് നടക്കുന്നത്. പിന്നെ അത്ഭുതകരമായ മറ്റൊരു പരാമർശം ഇതില് ഈ മലക്ക് ചോദിക്കും, ഈ കുട്ടി ആണോ പെണ്ണോ എന്ന് ചോദിക്കും. അത് 42ാം ദിവസത്തിൽ മലക്ക് രേഖപ്പെടുത്തുമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഒരു സംശയം ഉണ്ടോ, 42ാമത്തെ ദിവസമാണോ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നത്? അല്ലല്ലോ. നൊത്തുഫ സ്റ്റേജിൽ തന്നെ XY ക്രോമസോമോ അല്ലെങ്കിൽ XX ക്രോമസോം ആണെങ്കിൽ നമുക്കറിയാം പുരുഷന്റെ ബീജത്തില് എക്സും വൈയും 2 ക്രോമസോമുകൾ ഉണ്ടാവാം. അത് സ്ത്രീയുടേതിൽ XX ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഏതിനായിട്ടാണ് കൂടുന്നത്? അപ്പോ സ്ത്രീയുടെ അണ്ടത്തിലുള്ള X ക്രോമസോമിനോട് പുരുഷന്റെ ബീജത്തിൽ നിന്നുള്ള Y ക്രോമസോമാണ് ചേരുന്നുണ്ടെങ്കിൽ പുരുഷനാകും. X ക്രോമസോമാണ്, രണ്ടും X ആയാൽ സ്ത്രീയാകും. അങ്ങനെയാണ് ഈ ബീജസങ്കലന സമയത്ത് തന്നെ ഈ ലിംഗം നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതൊരു ശാസ്ത്രീയമല്ലേ? സത്യത്തിൽ അതും വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ അത്ഭുതപ്പെടുത്തുന്ന കൃത്യമായ പരാമർശമാണെന്നുള്ളതാണ് വാസ്തവം. 2 തരത്തിലുള്ള സെക്സ് ഉണ്ട്. സെക്സ് എന്ന് പറഞ്ഞാൽ ലിംഗം എന്നുള്ള അർത്ഥത്തിൽ 2 തരത്തിലുള്ള ലിംഗനിർണയമുണ്ട്. ഒന്ന് ഫീനോട്ടിപ്പിക് സെക്സ്, അല്ലെങ്കിൽ രണ്ടാമത്തത് ജീനോട്ടിപ്പിക് സെക്സ്, അല്ലെങ്കിൽ ജനറ്റിക് സെക്സ് എന്ന് പറയും. ജനറ്റിക് സെക്സ് അല്ലെങ്കിൽ ക്രോമോസോമൽ സെക്സ്. ഒരാളുടെ എന്നെ നിങ്ങൾ കണ്ടാൽ ഒരാണാണോ പെണ്ണാണോ എന്ന് ആർക്കും നമ്മുടെ ജീൻ പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസം എടുത്തിട്ട് DNA നോക്കിയിട്ട് XX ആണോ XY ആണോ നോക്കിയിട്ടില്ല. ഒരാളുടെ രൂപം കണ്ടിട്ട് അതാണ് മോർഫോളജി വെച്ചിട്ടുള്ളത്. അത് ഫീനോടൈപ്പ്, ഒരു പുരുഷന്റെ രൂപങ്ങളുള്ളത് ഫീനോടൈപ്പ്. ഒരു പുരുഷനും സ്ത്രീ എന്താണെന്നുള്ളത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. അത് ഫീനോടൈപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ഈ ഫീനോടൈപ്പ് സെക്സ് നിർണ്ണയിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? ഈ 42ാമത്തെ ദിവസമാണ്, അല്ലെങ്കിൽ 6ാമത്തെ ആഴ്ചയിലാണ്. അതുവരെ ഏത് ഭ്രൂണത്തിനും ഭ്രൂണാവസ്ഥയിലുള്ള ഈ 6th വീക്ക് ഓഫ് ജസ്റ്റേഷൻ, ആ 6ാമത്തെ ആഴ്ചയിൽ നടക്കുന്ന സംഭവമാണ്. 6 ആഴ്ച വരെയുള്ള ഈ ഭ്രൂണത്തിന് ആണാവാനും പെണ്ണാവാനും, ആണിന്റെ ഫീനോടൈപ്പായി മാറാനും പെണ്ണിന്റെ ഫീനോടൈപ്പായി മാറാനും സാധിക്കും. ബൈ പൊട്ടൻഷ്യൽ ഗൊണാഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജനറ്റിക് സെക്സ് തീരുമാനിക്കപ്പെടുന്നത് ഈ ബീജസങ്കലന സമയത്ത് തന്നെയാണ്. അത്ഭുതകരമായ ഒരു സംഗതി ഖുർആനിൽ അതിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ഈ ജനറ്റിക് സെക്സ് എപ്പോഴാണ് തീരുമാനിക്കപ്പെടുക എന്നുള്ളത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് സൂറത്തുൽ നജ്മിലെ 45-46 ആയത്തിൽ കാണാം. വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, അവനാകുന്നു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ ഇദാ തുംന, നുത്ഫയിൽ നിന്ന്, സ്രവിക്കപ്പെടുന്ന മനിയിൽ നിന്നുള്ള നുത്ഫയിൽ നിന്ന്, നുത്ഫത്തിൻ ഇദാ തുംന, അത് സ്രവിക്കപ്പെടുമ്പോൾ ആ സ്റ്റേജിൽ ഈ ആണിന്റെയും പെണ്ണിന്റെയും മനിയ് അല്ലെങ്കിൽ നുത്ഫ അത് സ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും ആണിനെയും പെണ്ണിനെയും എന്നീ 2 ഇണകളെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഈ ഇതാ തുംന, അത് സ്രവിക്കപ്പെടുമ്പോൾ, അതായത് ഈ സ്രവിക്കപ്പെടുമ്പോൾ തന്നെ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ നുത്ഫകൾ കൂടി ചേരുമ്പോൾ തന്നെ അവിടെ ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ നജ്മിലെ ആയത്ത്. എന്നാൽ ഇതേ സംഗതി തന്നെ ഹദീസിൽ വേറെയും കാണുന്നു. എന്ത്? 42ാമത്തെ ദിവസം ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ആണാണോ പെണ്ണാണോ എന്നുള്ള അള്ളാഹുവിനോട് മലക്ക് ചോദിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മറുപടിക്ക് അനുസരിച്ച് ആണാണോ പെണ്ണാണോ അത് രേഖപ്പെടുത്തും. അതിനനുസരിച്ച് പിന്നെ ആണായിട്ടും പെണ്ണായിട്ടും കുട്ടി വളരും എന്നും കാണും. അപ്പൊ ഇതെന്താണ് സംഗതി? നമ്മൾ എംബ്രിയോളജിന്റെ ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ 42 ആഴ്ച വരെ, 6 ആഴ്ച വരെയുള്ള
ആ ഒരു ഭ്രൂണത്തിന് അതിന്റെ പ്രത്യേകത ബൈ പൊട്ടൻഷ്യൽ ഗൊണാഡുകളാണ്. ആ ഭ്രൂണത്തിൽ ഉള്ള ഗൊണാഡ്, ഈ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകുന്ന പാർട്ട്, അത് ബൈ പൊട്ടൻഷ്യൽ ആണ്. അത് ആണാവാനും സാധിക്കും, പെണ്ണാവാനും സാധിക്കും. ബൈ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതിനുള്ള ഞാൻ അതിന്റെ ഇത് വായിക്കാം. സെക്ഷൽ ഡിഫറൻഷിയേഷൻ എന്നുള്ള ഇതിന്റെ എംബ്രിയോളജിന്റെ ചാപ്റ്റർ എന്നുള്ളത് തന്നെ വായിക്കാം. No sexual difference can be observed in the gonads until the 6th week of embryonic life in humans and 11.5 days post-coitus in mice. മൈസിലുള്ള നമുക്കിടാം. അതായത് 6th week വരെ, 6ാമത്തെ ആഴ്ച വരെ no sexual difference can be observed. ഒരു സെക്ഷൽ ഡിഫറൻസും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആണിന്റെയും പെണ്ണിന്റെയും ഒരേപോലെ തന്നെ ആയിരിക്കും. സെക്ഷൽ ഡിഫറൻസ് 6th week വരെ ഇല്ല. ഓക്കെ, കാരണം വ്യത്യസ്തമാണെങ്കിൽ പോലും XY ആണെങ്കിലും XX ആണെങ്കിലും 6 ആഴ്ച വരെ ഒരേപോലെ തന്നെയാണ്. Differentiated gonads of XX or XY individuals are apparently identical and form either ovaries or testes. ഈ XX-നും XY-ക്കും ഇത് 6ാമത്തെ ആഴ്ച വരെ രണ്ടിനും വേണമെങ്കിൽ ഓവറി ഉണ്ടാക്കാനും അല്ലെങ്കിൽ ടെസ്റ്റിസ് ഉണ്ടാക്കാനും പറ്റുന്ന രൂപത്തിലാണ്. ഓക്കെ, this period is therefore called indifferent or bipotential stage of gonadal development. ഈ സ്റ്റേജിന് ബൈപൊട്ടൻഷ്യൽ സ്റ്റേജ് എന്നാണ് പറയാം. രണ്ടായി മാറാൻ, ആണാവാനും പെണ്ണാവാനും കഴിയുന്ന ഒരു സ്റ്റേജ് എന്നാണ് പറയുന്നത്. പിന്നീട് 6ാമത്തെ ആഴ്ചയിലാണ് ഈ ഒരു സെക്ഷൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. കറക്റ്റ് 6ാമത്തെ ആഴ്ചയിൽ 42 ദിവസം എന്ന ഹദീസിൽ പറഞ്ഞത്. ആ 42 ദിവസം, 6 ആഴ്ച, 6, 7, 42. ആ 6ാമത്തെ ആഴ്ചയിൽ ആണ് എന്ത് സെക്ഷൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. അതിൽ ഒരുപാട് ജീൻസുകൾ ഇൻവോൾവ് ആണ്. അതിൽ ഒരു ജീനാണ് SRY ജീന്. അങ്ങനെ ഈ ജീനുകൾ ഉണ്ടാക്കുന്ന ചില പ്രോട്ടീനുകൾ വന്നിട്ട് അതാണ് ഈ ഡിഫറൻഷിയേഷൻ മാറ്റുന്നത്. അങ്ങനെയാണ് ഈ 6ാമത്തെ ആഴ്ചയിലാണ് ഡിഫറൻഷിയേഷൻ നടക്കുന്നത്, ആണായ പെണ്ണായ മാറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും XX ആയാലും എല്ലാം പെണ്ണാവൂലേ? വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ആണായിട്ട് വരും, ആണിന്റെ ഫീനോടൈപ്പ് ആയിട്ട് വരും. ആണിന്റെ രൂപം XX മെയിൽ എന്ന് പറയും. ആണിന്റെ രൂപമായിരിക്കും, പക്ഷെ ജീനില് XX ആയിരിക്കും. അതേപോലെ XY ഫീമെയിൽ ഉണ്ട്, XY ആയിരിക്കും, പക്ഷെ പെണ്ണിന്റെ ഫുൾ ഫീനോടൈപ്പ് പെണ്ണിന്റെ പോലെയുള്ള ബ്രസ്റ്റ്, ഇന്റർസെക്സ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള. അപ്പൊ ഇതൊക്കെ വളരെ റെയർ ആയിട്ട് ആണ് ഇന്റർസെക്സ് ആക്കുന്നത്. പക്ഷെ ഈ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്, ഈ ആണായും പെണ്ണായും മാറുന്ന ഈ ഡിഫറൻഷിയേഷൻ നടക്കുന്ന 6ാമത്തെ ആഴ്ചയിലാണ്. എല്ലാ ഭ്രൂണത്തിലും അതാണ് സ്ഥിതി. ഇന്റർസെക്സ് റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. എല്ലാ ഭ്രൂണത്തിലും ഈ ഡിഫറൻഷിയേഷൻ നടക്കുന്ന 6ാമത്തെ ആഴ്ചയിലാണ്. ഓക്കെ എന്നുള്ളതാണ്. കാരണം 6ാമത്തെ ആഴ്ചന്റെ മുമ്പുള്ള ഒരു എംബ്രിയോ കൊണ്ടുപോയിട്ട് ഏത് സയന്റിസ്റ്റിനെ കൊടുത്താലും അതാണോ പെണ്ണാണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അതിന്റെ ഗൊണാഡ്സ് സെയിം ആണ്, ബൈപൊട്ടൻഷ്യൽ ആണ്, രണ്ടായി മാറാനും കഴിവുള്ളതാണ്. ഓക്കെ എന്നുള്ളത്. അപ്പോ ഈ രണ്ട് ഇതും ജനറ്റിക് സെക്സ് നിർണ്ണയിക്കപ്പെടുന്നത് ബീജം കൂടിച്ചേരുമ്പോൾ തന്നെ, ബീജം രണ്ടും കൂടിച്ചേരുമ്പോൾ തന്നെ ജനറ്റിക് സെക്സ് നിർണ്ണയിക്കപ്പെടുന്നുള്ള സൂറത്ത് നജ്മിലെ ആയത്തിലെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനറ്റിക് സെക്സിനെ കുറിച്ച് ഡിറ്റർമിൻ അറ്റ് ദ സ്റ്റേജ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നുള്ളത് തന്നെ ഖുർആനിൽ നിന്ന് കിട്ടും. അതേസമയം ഈ ഫീനോടൈപ്പ് സെക്സ് നിർണ്ണയിക്കപ്പെടുന്നത് 42ാമത്തെ ദിവസമാണെന്നുള്ളത് ഹദീസിലും കിട്ടും. ഈ 42ാമത്തെ ദിവസത്തിന്റെ ഹദീസ് പറയുന്നതിൽ തന്നെ അതിന്റെ മുമ്പ് ഈ അലക്ക, നുത്തുഫ, അലക്ക, മുതുക, അളം, ലഹം, ഇങ്ങനെ എല്ലാ സ്റ്റേജുകളും കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേജ് നടക്കുന്നത് എന്നുള്ളതും ഹദീസിൽ പറയുന്നുണ്ട്. അപ്പം മുസ്ലിമിലെ ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റാത്ത സ്വഹീഹായ ഹദീസാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ഇസ്ലാമിക വർഷകർ വരെ ഈ ഒരു കാര്യം ഉന്നയിച്ച് ഇസ്ലാം ഖുർആനിലെ പരാമർശം തെറ്റാണ് എന്നൊക്കെ തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടത്. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ എന്ത് പറയാതെ വിശ്വസിക്കാവുന്ന ഒരു മുസ്ലിങ്ങൾക്ക്, പക്ഷെ അത് ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് എതിരാണ്, ഖുർആൻ തെറ്റാണ് എന്ന് പറയുമ്പോൾ അല്ല. മാത്രമല്ല അതൊക്കെ ഖുർആന്റെ കൃത്യത ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളാണ് എന്ന് ഒന്ന് അടിവരയിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.